നമസ്കാരം. ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തടവുകാരുടെ കൈമാറ്റം സംബന്ധിച്ച് ഇന്ത്യ കുവൈത്ത് കരാർ തടവിലുള്ള എല്ലാവർക്കും ഗുണകരമാവുമെന്ന് കുവൈത്തിലെ ഇന്ത്യൻ അംബാസിഡർ. കരാർ ശിക്ഷ വിധിച്ചു കഴിഞ്ഞവർക്ക് മാത്രം ബാധകം. സൗദി തൊഴിൽ രംഗത്ത് നിതാഖാത്ത് നടപടികൾ ഫലം കണ്ടു തുടങ്ങി. സ്വകാര്യ മേഖലയിൽ സ്വദേശികൾക്ക് 1.5 ലക്ഷം തൊഴിലവസരങ്ങൾ കണ്ടെത്തിയെന്ന് കൌൺസിൽ ഓഫ് സൗദി ചേംബേഴ്സ്. ആവശ്യമുള്ള എല്ലാ അപേക്ഷകർക്കും സൗജന്യ വിമാന ടിക്കറ്റുകൾ നൽകുമെന്ന് മന്ത്രി കെ.സി. ജോസഫ്. പി മോഹനൻ കെ ലതിക കൂടിക്കാഴ്ചയ്ക്ക് പോലീസ് അവസരമൊരുക്കിയത് നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെയെന്ന് റിപ്പോർട്ട്. പോലീസിന്റെ ഭാഗത്തുനിന്നും ഗുരുതര വീഴ്ചയുണ്ടായതായി സിറ്റി പോലീസ് കമ്മീഷണർ. റിപ്പോർട്ട് ഉടൻ ഡിജിപിക്ക് കൈമാറും. കോഴിക്കോട് പെരുവണ്ണാമൊഴി സ്കൂൾ സെക്സ് റാക്കറ്റിലെ പ്രതികൾ ദോഹയിൽ. നാട്ടുകാർ തിരിച്ചറിഞ്ഞുടൻ പ്രതികൾ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ നിന്ന് മുങ്ങി. ഇവരിൽ 2 പേരുടെ പാസ്പോർട്ട് നാട്ടുകാർ കണ്ടെടുത്തു. മീഡിയ 1 എക്സ്ക്ലൂസീവ്. വിശദമായ വാർത്തകളിലേക്ക്. സരിതയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിൽ അഡീഷണൽ CGMന് വീഴ്ച പറ്റിയെന്ന് റിപ്പോർട്ട്. ഇക്കാര്യത്തിൽ ഹൈക്കോടതി വിജിലൻസ് രജിസ്ട്രാർ വിശദീകരണം തേടി. സരിതയുടെ മൊഴി ഞെട്ടിക്കുന്നതാണ്. ഇതിൽ നടപടിയെടുക്കേണ്ടത് ചീഫ് ജസ്റ്റിസ് ആണെന്നും ഹൈക്കോടതി വിജിലൻസ് രജിസ്ട്രാർ റിപ്പോർട്ടിൽ പറഞ്ഞു. സോളാർ തട്ടിപ്പ് കേസിൽ സരിത എസ് നായരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താത്തതിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് NV രാജുവിന് വീഴ്ച പറ്റിയെന്ന് ഹൈക്കോടതി വിജിലൻസ് രജിസ്ട്രാറുടെ റിപ്പോർട്ടിൽ പറയുന്നു. സരിത രഹസ്യമായി പറഞ്ഞ കാര്യങ്ങൾ മജിസ്ട്രേറ്റിൽ നിന്ന് വിജിലൻസ് എടുത്ത മൊഴിയുടെ വിശദാംശങ്ങളിലുണ്ട്. സരിതയുടെ മൊഴി ഞെട്ടിപ്പിക്കുന്നതാണ്. പലരും ലൈംഗികമായി ഉപയോഗിച്ചതായി സരിത പരാതിപ്പെട്ടിരുന്നു. ഒരു പേനയും പേപ്പറും നൽകി എഴുതിയെടുക്കേണ്ട മൊഴി അപ്പോൾ തന്നെ രേഖപ്പെടുത്തിയില്ല. പിന്നീട് പരാതി അട്ടക്കുളങ്ങര ജയിൽ സൂപ്രണ്ട് വഴി എഴുതി വാങ്ങാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. എന്നാൽ മജിസ്ട്രേറ്റ് ബാഹ്യസമ്മർദ്ദത്തിന് വഴങ്ങിയതിന് തെളിവില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കേണ്ടത് ചീഫ് ജസ്റ്റിസാണ്. തുടർ നടപടികളുടെ ഭാഗമായി ഹൈക്കോടതി മജിസ്ട്രേറ്റിൽ നിന്നും വിശദീകരണം തേടിയിട്ടുണ്ട്. 4 കാര്യങ്ങൾ പ്രധാനമായും അറിയിക്കാനാണ് നിർദ്ദേശം. സരിത എസ് നായരുടെ മൊഴി എന്തുകൊണ്ടാണ് രേഖപ്പെടുത്താതിരുന്നത്? അതോടൊപ്പമുള്ള കോടതി നടപടികൾ എന്തുകൊണ്ട് രേഖപ്പെടുത്തിയില്ല? അഭിഭാഷകൻ ഫെന്നി ബാലകൃഷ്ണനുമായി സരിതയ്ക്ക് സംസാരിക്കാൻ എന്തുകൊണ്ട് അനുമതി നൽകിയില്ല? രഹസ്യമൊഴി സംബന്ധിച്ച മാധ്യമ വാർത്തകളെ മജിസ്ട്രേറ്റ് രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു. എന്തായിരുന്നു ഈ വിമർശനത്തിനുള്ള സാഹചര്യം എന്നീ കാര്യങ്ങൾ വിശദീകരിക്കാനാണ് നിർദ്ദേശം. 15 ദിവസത്തിനകം വിശദീകരണം നൽകണം. നേരത്തെ സരിതയുടെ മൊഴി രേഖപ്പെടുത്താത്തതിനെതിരെ അഡ്വക്കേറ്റ് ജയശങ്കർ, BJP നേതാവ് K സുരേന്ദ്രൻ എന്നിവർ നൽകിയ പരാതിയിൽ ഹൈക്കോടതി വിജിലൻസ് രജിസ്ട്രാർ മജിസ്ട്രേറ്റിൽ നിന്നും സരിത ഉൾപ്പെടെ കോടതിയിൽ ആ സമയത്തുണ്ടായിരുന്നവരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. മീഡിയ 1 കൊച്ചി. മജിസ്ട്രേറ്റിന്റേത് നടപടിക്രമങ്ങളിലെ വീഴ്ചയോ? ഈ വിഷയമാണ് ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ, സരിതയുടെ അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണൻ, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് സുരേഷ് ബാബു, VS സുനിൽകുമാർ MLA, ഒപ്പം ഗൾഫിൽ നിന്ന് സ്കൈപ്പ് വഴി ഇടതുപക്ഷ സാമൂഹിക പ്രവർത്തകൻ സലിം ചെലമുഖത്ത്, OICC വക്താവ് മൻസൂർ പള്ളൂർ എന്നിവർ. ആദ്യം അഡ്വക്കേറ്റ് ജയശങ്കറിലേക്ക്. അഡ്വക്കേറ്റ് ജയശങ്കർ, സരിത പറഞ്ഞു, മജിസ്ട്രേറ്റ് കേട്ടു, പക്ഷേ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. എന്താണ് സംഭവിച്ചത്? അഡ്വക്കേറ്റ് ജയശങ്കർ, താങ്കൾ ടെലിഫോൺ ലൈനിൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സരിത പറഞ്ഞിരിക്കുന്നു, മജിസ്ട്രേറ്റ് അത് കേൾക്കുകയും ചെയ്തിരിക്കുന്നു, പക്ഷേ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനിടയിൽ എന്തായിരിക്കും സംഭവിച്ചത്? അഡ്വക്കേറ്റ് ജയശങ്കറുമായുള്ള ടെലിഫോൺ ലൈനിൽ ചില തകരാറുകളുണ്ട്. സലിം ചെലമുഖത്ത്, ഇടതുപക്ഷ സാമൂഹിക പ്രവർത്തകൻ, സ്കൈപ്പ് വഴി ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ സലിം ചെലമുഖത്ത്, സരിത പറഞ്ഞിരിക്കുന്നു, മജിസ്ട്രേറ്റ് കേൾക്കുകയും ചെയ്തിരിക്കുന്നു, പക്ഷേ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. എന്തായിരിക്കും ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ടാവുക? ഇന്ന് നമ്മുടെ കേരളീയ സമൂഹം അറിഞ്ഞ ഈ പുതിയ വാർത്ത ഒരുപക്ഷെ നമ്മളെല്ലാവരും നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന ഒരു വാർത്തയാണ്. എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ശ്രീ NV രാജു സരിത എന്ന് പറയുന്ന റിമാൻഡ് പ്രതി തനിക്ക് ചിലത് സ്വകാര്യമായി ബഹുമാനപ്പെട്ട കോടതിയോട് പറയാനുണ്ട് എന്ന് പറയുകയും നിയമപ്രകാരം ആ പ്രതിയുടെ ആരോപിക്കപ്പെട്ട പ്രതിയുടെ മൊഴി രേഖപ്പെടുത്താൻ നിയമപ്രകാരം ഉത്തരവാദിത്തപ്പെട്ട ആ ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് തന്റെ ഉത്തരവാദിത്തം നിറവേറ്റാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വാർത്ത. യഥാർത്ഥത്തിൽ അദ്ദേഹം നിയമപരമായി ബാധ്യതപ്പെട്ട കാര്യത്തിൽ നിന്ന്
അദ്ദേഹത്തിന്റെ ചുമതലയിൽ നിന്ന് ലീഗലി ബൗണ്ട് ഡ്യൂട്ടിയിൽ നിന്ന് അദ്ദേഹം നിരുത്തരവാദപരമായി പിന്മാറിയിരിക്കുന്നു എന്നാണ് വാസ്തവം. അത് നമുക്കറിയാം എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇന്ന് കേരളീയ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിലെ കാര്യങ്ങൾ സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്ന നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും കൃത്യമായി ബോധ്യപ്പെടും. ആ സരിതയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട സോളാർ കേസുമായി ബന്ധപ്പെട്ട കേരളീയ രാഷ്ട്രീയത്തിലെ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ഉയർന്നു വന്നിട്ടുള്ള വളരെയധികം കോളിളക്കങ്ങൾ, വിവാദങ്ങൾ, ഒരുപക്ഷെ ഞാൻ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അന്ന് എറണാകുളത്തെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ശ്രീ NV രാജു സരിതയുടെ ആ മൊഴി രേഖപ്പെടുത്താത്തത് കൊണ്ട് മാത്രമാണ് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ശ്രീ ഉമ്മൻചാണ്ടി തുടരുന്നത് എന്നുള്ളതാണ് അതിന്റെ രാഷ്ട്രീയമായ പ്രാധാന്യം. നിയമപരമായി ആ മജിസ്ട്രേറ്റ് ചെയ്തിട്ടുള്ള കാര്യം വളരെയധികം ഗൗരവമുള്ള സംഗതിയാണ്. അത് ഉത്തരവാദപ്പെട്ട ഹൈക്കോടതിയും മറ്റു ബന്ധപ്പെട്ട അധികാരികളും അതേ ഉത്തരവാദിത്വത്തോടുകൂടി ശ്രീ സലീം ചലമുഖത്ത്, താങ്കൾ ദയവായി തുടരുക. അഡ്വക്കേറ്റ് ജയശങ്കർ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ, സരിത എസ് നായർ പറഞ്ഞിരിക്കുന്നു മൊഴി മജിസ്ട്രേറ്റ് കേൾക്കുകയും ചെയ്തു എന്താണ് പറഞ്ഞതെന്ന്, എന്നാൽ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് മജിസ്ട്രേറ്റ് ഹൈക്കോടതി രജിസ്ട്രാർക്ക് നൽകിയ വിശദീകരണം. എങ്ങനെ കാണണം ഇതിനെ? അവിടെ നടന്നത് എന്താണെന്ന് വെച്ചാൽ, സരിത എസ് നായർ ചില കാര്യങ്ങൾ തനിക്ക് മജിസ്ട്രേറ്റിനോട് ബോധിപ്പിക്കാനുണ്ട് എന്ന് ആദ്യം പറയുന്നു. അത് രാവിലെ നടക്കുന്ന കാര്യമാണ്. ഉച്ചയ്ക്ക് ശേഷം അവരുടെ മൊഴി മറ്റാരും കേൾക്കാതെ അടഞ്ഞ കോടതിയിൽ, സാധാരണ ഇങ്ങനെയുള്ള പരാതികൾ ബോധിപ്പിക്കുന്നത് തുറന്ന കോടതിയിലാണ്, അപ്പോൾ തന്നെ മജിസ്ട്രേറ്റ് അത് കേൾക്കുകയും അതിന്മേൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയുമാണ് പതിവ്. ഈ സന്ദർഭത്തിൽ മജിസ്ട്രേറ്റ് ഉച്ചയ്ക്ക് ശേഷം ഇവരുടെ മൊഴി അടഞ്ഞ കോടതിയിൽ, അതായത് മറ്റാളുകളെയൊക്കെ പുറത്താക്കിയിട്ട് സരിതയുടെ അഭിഭാഷകനും ഒരുപക്ഷെ പ്രോസിക്യൂട്ടറും അതല്ലെങ്കിൽ കോടതി സ്റ്റാഫും പോലീസുകാരും മാത്രമുള്ള കോടതിയിൽ രേഖപ്പെടുത്താം എന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഉച്ചയ്ക്ക് ഏതാണ്ട് 20 മിനിറ്റോളം അവർ ആ കോടതി മുറിയിലുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കിയത് സരിത ഞെട്ടിപ്പിക്കുന്ന പല വെളിപ്പെടുത്തലുകളും അവിടെ നടത്തി, പല പ്രമുഖന്മാരുടെയും പേര് പറഞ്ഞു എന്നാണ് സരിതയുടെ അഭിഭാഷകനായ ഫെനി ബാലകൃഷ്ണൻ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിന്റെ ദൃശ്യങ്ങൾ വിവിധ TV ചാനലുകളിൽ നിന്ന് ശേഖരിച്ച് ഞാൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ നമ്മുടെ ജില്ലാ ജഡ്ജി ശ്രീ മോഹൻദാസ് വശം ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ സരിത ആരുടെയൊക്കെയോ പേര് പറഞ്ഞു. അത് ആരുടെയൊക്കെയാണെന്ന് നമുക്ക് ഈ സന്ദർഭത്തിൽ ഊഹിക്കാനേ പറ്റുകയുള്ളൂ. അവരിൽ ചിലർ ലൈംഗികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്തു എന്ന് സരിത പറഞ്ഞതായിട്ട് തൊട്ട് പിറ്റേ ദിവസം മലയാള മനോരമ പത്രത്തിൽ റിപ്പോർട്ടുണ്ടായിരുന്നു. മലയാള മനോരമ സർക്കാരിനോട് വലിയ വിധേയത്വം പുലർത്തുന്ന, ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയെ തുടരണമെന്ന് താല്പര്യമുള്ള ഒരു പത്രമാണ്. ആ പത്രത്തിൽ അങ്ങനെ ഒരു വാർത്ത വരണമെങ്കിൽ തീർച്ചയായിട്ടും സരിത അങ്ങനെ പറഞ്ഞു കാണണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം മനോരമയ്ക്ക് തെറ്റുപറ്റുകയില്ല എന്നുള്ളതല്ല, ഇതുപോലൊരു പ്രധാനപ്പെട്ട കാര്യത്തിൽ സർക്കാരിന്റെ താല്പര്യങ്ങൾക്ക് വിപരീതമായ ഒരു നിലപാട് മലയാള മനോരമ പത്രം സ്വീകരിക്കുകയില്ല എന്നാണ്. മാത്രവുമല്ല, കോടതിയിലുണ്ടായിരുന്ന പോലീസുകാരും അതുപോലെ കോടതി ജീവനക്കാരും നൽകിയ സൂചനകൾ തീർച്ചയായിട്ടും സരിത ചില ആളുകളുടെയൊക്കെ പേര് അവിടെ പറഞ്ഞു എന്നും മജിസ്ട്രേറ്റ് അത് രേഖപ്പെടുത്തിയെന്നുമാണ്. മജിസ്ട്രേറ്റ് അത് രേഖപ്പെടുത്തിയത് പിന്നീട് ഫയലിൽ നിന്ന് മറ്റ് സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി നീക്കം ചെയ്തു എന്നാണ് ഞാൻ എന്റെ പരാതിയിൽ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അല്ലാതെ മജിസ്ട്രേറ്റ് മൊഴി രേഖപ്പെടുത്തിയില്ല എന്നുള്ളതല്ല. മൊഴി രേഖപ്പെടുത്തിയ മൊഴി പിന്നീട് സമ്മർദ്ദങ്ങൾക്ക് വിധേയനായി അദ്ദേഹം നീക്കം ചെയ്തു എന്നുള്ളത്. അതിനാണ് കൂടുതൽ യുക്തിസഹമായിട്ടുള്ളത്. കാരണം ഇദ്ദേഹത്തെ പോലെ പരിചയസമ്പന്നനായ ഒരു മജിസ്ട്രേറ്റ് ഒരു കാരണവശാലും ഇങ്ങനെ ഒരു പ്രതി പരാതി ബോധിപ്പിച്ചാൽ അത് രേഖപ്പെടുത്താതിരിക്കുകയില്ല. അത് രേഖപ്പെടുത്തേണ്ടത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കർത്തവ്യ നിർവഹണത്തിന്റെ ഭാഗമാണ്. അല്ലാതെ സരിത ചില കാര്യങ്ങൾ പറഞ്ഞു, എനിക്കത് പ്രസക്തമായിട്ട് തോന്നിയില്ല എന്ന് പറയുന്നത് അസംബന്ധമാണ്. അങ്ങനെ ഒരിക്കലും സാധിക്കുകയില്ല. അങ്ങനെ സംഭവിക്കാനും പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ ആ കാരണം കൊണ്ട് അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല. ഇനി എഴുതിയത് നീക്കം ചെയ്തുവെങ്കിൽ ആ കാരണം കൊണ്ടും അദ്ദേഹത്തെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യേണ്ടതാണ്. ജയശങ്കർ, താങ്കൾ ദയവായി തുടരുക. ഇപ്പോൾ ഫെനി ബാലകൃഷ്ണൻ, സരിതയുടെ അഭിഭാഷകൻ, ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ഫെനി ബാലകൃഷ്ണൻ, താൻ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന് സരിത നൽകിയ മൊഴിയാണ് ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ടിരുന്നത്. താങ്കൾക്ക് ഇക്കാര്യത്തെപ്പറ്റി നേരത്തെ അറിവുണ്ടായിരുന്നു? ഇല്ല, ഞാൻ നേരത്തെ വളരെ ക്ലിയർ ആക്കിയായിരുന്നല്ലോ. ആ സരിതയ്ക്ക് പരാതി പറയണമെന്ന് അവര് മജിസ്ട്രേറ്റിനോട് പറയും. അവര് മജിസ്ട്രേറ്റ് ഇരിക്കുന്ന ഡൈസിന്റെ അടുത്ത് പോയിരുന്നിട്ട് അവരുടെ പരാതി പറയുക ചെയ്തത്. ഞാൻ അപ്പം കുറച്ച് മാറി പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാനത് വ്യക്തമായിട്ട് കേട്ടില്ല. ഞാൻ നേരത്തെ ക്ലിയർ ആക്കിയല്ലോ. പിന്നെ ഒരു കാര്യം പറയാനുള്ള, നേരത്തെ മജിസ്ട്രേറ്റ് പറഞ്ഞല്ലോ അദ്ദേഹം അത് റെക്കോർഡ് ചെയ്തിട്ടില്ല, അതിന്റെ കാര്യങ്ങളൊന്നും അദ്ദേഹം അറിയത്തില്ലെന്ന് പറഞ്ഞു. ഇപ്പം പിന്നെ പെട്ടെന്ന്
സരിത ലൈംഗികമായി ചൂഷണം ചെയ്തെന്ന് ഇപ്പൊ പറയാം. പിന്നെ ബാക്കി കാര്യങ്ങൾ അദ്ദേഹം കേട്ടില്ലെന്നും പറയുന്നത് അതൊരു ശരി നിലപാടല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ഫെനി ബാലകൃഷ്ണൻ, താങ്കൾ നേരത്തെ പറഞ്ഞിരുന്നു കേസിൽ ഉന്നതർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നു, ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയത്തിൽ പോലും ചലനങ്ങൾ ഉണ്ടാക്കാവുന്ന കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് എന്ന് താങ്കൾ പറഞ്ഞത് പിന്നീട് എന്തടിസ്ഥാനത്തിലായിരുന്നു? ഇതൊക്കെ തന്നെ ആയിരുന്നില്ലേ താങ്കളും ഉദ്ദേശിച്ചത്? അല്ല, ഞാൻ നേരത്തെ ക്ലിയർ ആക്കിയിരുന്നല്ലോ. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്റെ വ്യക്തിപരമായ താല്പര്യമല്ല. സരിത എന്നോട് പറഞ്ഞത് തന്നെ ഞാൻ പറഞ്ഞത്. അതിനുശേഷം ഇതിന്റെ മൊഴിയെടുക്കുന്നതിന് മറ്റുള്ളവരുടെ എന്നെ വിളിക്കിയിരുന്ന മജിസ്ട്രേറ്റ് അവര് ഇപ്പൊ സ്വന്തമായിട്ട് എഴുതിയാൽ മതിയെന്ന് മജിസ്ട്രേറ്റ് പറഞ്ഞു. അതിനനുസരിച്ച് അവര് മൊഴി തയ്യാറാക്കി. അപ്പൊ അവർ ഒരു വാദിയല്ലേ തീരുമാനിക്കണ്ടേ കേസ് കൊടുക്കണ്ടേ എന്നാണ്. അതല്ല അവർക്ക് വേറെ സമൂഹത്തിന് താല്പര്യം വെച്ചുകൊണ്ട് കേസ് കൊടുക്കാൻ പറ്റത്തില്ല. അവരതനുസരിച്ച് മൊഴി കൊടുത്തു, അത് കോടതി കൊടുത്തു. അതിനകത്ത് ഉന്നതരില്ല, അതിനകത്ത് എനിക്കൊന്നും പറയാനില്ല. അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ, സരിത നൽകിയ റിപ്പോർട്ട്, സരിത എഴുതി നൽകിയ പരാതി താങ്കളുടെ കയ്യിലുണ്ടായിരുന്നു, അതിൽ ഇക്കാര്യം സൂചിപ്പിക്കുന്നില്ല എന്നാണോ? ഞാൻ അതിനെക്കുറിച്ച് ഒന്നും കമന്റ് ചെയ്യുന്നില്ല. എന്റെ കക്ഷി എന്നോട് പറയാത്ത സ്ഥിതിയിലുള്ള ഞാൻ ആ കാര്യത്തിലൂടെ കടക്കുന്നില്ല. അവരെന്നോട് പറയുകയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് കമന്റ് ചെയ്യും. അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ, താങ്കളുടെ കക്ഷി ഇക്കാര്യം മൊഴിയിൽ അല്ലെങ്കിൽ താങ്കൾക്ക് നൽകിയ മൊഴിയിൽ കടലാസിൽ പറയുന്നുണ്ട്. എന്നാൽ അത് പുറത്തു വരാതെ പോകുന്നുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരേണ്ടത് താങ്കളുടെയും ഉത്തരവാദിത്തമല്ലേ? എനിക്ക് അതിനകത്ത് യാതൊരു ഉത്തരവാദിത്വം ഇല്ല. ഒരു വക്കീല ധർമ്മമാണ് ഞാൻ പാലിച്ചതുള്ളത്. എല്ലാരും എന്റെ ഉത്തരവാദിത്വം പറയുന്നത് കസ്റ്റഡി തീരുമാനിക്കല്ലേ അത് എന്തോ ചെയ്യുന്നത്. സരിതയ്ക്ക് അങ്ങനെ ഒരു പരാതി ഇല്ല, സരിതയ്ക്ക് അങ്ങനെ കാര്യം പറയണ്ടില്ല. പിന്നെ എനിക്ക് എന്താ ഇൻട്രസ്റ്റ് അതിനകത്ത് ഇരിക്കുന്നത്? പിന്നെ സമൂഹത്തിന് ആസ് എ സൊസൈറ്റിക്ക് എന്താ ഇതിൽ ഇൻട്രസ്റ്റ് ഇരിക്കുന്നത്? കുറച്ചുപേര് കാശ് പോയി, കുറച്ചുപേരുടെ കാശ് പോയിട്ടുള്ളത്, അല്ലാതെ പബ്ലിക് അത്ര ഇൻട്രസ്റ്റ് എന്താ ഇരിക്കുന്നത് അതിനകത്ത്? അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ, മജിസ്ട്രേറ്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു സരിത ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന് തനിക്ക് മൊഴി നൽകിയിരിക്കുന്നുണ്ട്. ഇത് സത്യമാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹം ഒന്നും എഴുതിയിട്ടില്ലെന്ന് പറഞ്ഞ്, അല്ല അദ്ദേഹം ഒന്നും എഴുതിയിട്ടില്ല, അദ്ദേഹം ഒന്നും കേട്ടില്ല, ആദ്യമേ അങ്ങനെ പറയാൻ എനിക്ക് അങ്ങനെ മനസ്സിലായിട്ടുള്ളത്. പിന്നീട് ഇപ്പം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് ശരിയല്ല. പിന്നെ രണ്ടാമത്, ഇത് ഒരു പ്രതിക്ക് എന്തെങ്കിലും പറയാനുള്ള കാര്യം മജിസ്ട്രേറ്റ് മുന്നിൽ പറഞ്ഞാൽ മജിസ്ട്രേറ്റ് അത് റെക്കോർഡ് ചെയ്തെടുക്കണം, പ്രതിയെ കൊണ്ട് അത് ഒപ്പിടിപ്പിക്കുകയും ചെയ്യണം. ഇത് രണ്ടും ഇവിടെ നടന്നിട്ടില്ല. അപ്പൊ പിന്നെ മജിസ്ട്രേറ്റ് ഇങ്ങനെ സരിത ലൈംഗികമായ ചൂഷണത്തിന് ഇരയായെന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു അടിസ്ഥാനമില്ല. അതൊരു കോൺസ്പിറസി ആയിട്ട് ഞാൻ കാണുന്നുള്ളൂ. ഒരു അഡ്വക്കേറ്റ് നിലയിൽ അതൊരു ഗൂഢാലോചനയായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ഫെനി ബാലകൃഷ്ണൻ, ഏത് തരത്തിലുള്ള ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്നാണ് താങ്കൾ കരുതുന്നത്? അതെനിക്കറിയത്തില്ല. അതിപ്പോ മജിസ്ട്രേറ്റിനെ ഇപ്പൊ ഫർദർ അതിനെ വിശദീകരണം ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം തന്നെ പറയണം എന്തിനാ ഇപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ കൊടുക്കാൻ കാരണം എന്നത്. അദ്ദേഹം നേരത്തെ പറഞ്ഞല്ലോ ഞാനൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല, ഞാനൊന്നും കേട്ടിട്ടില്ലെന്നൊക്കെ നേരത്തെ പറഞ്ഞ ശേഷം ഇപ്പം അത് മാത്രം സരിത ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്ന അത് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയാം, ബാക്കി കാര്യങ്ങൾ പേരൊന്നും ഞാൻ കേട്ടില്ലെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അദ്ദേഹം അന്നേരം പിന്നെ ഇത് കേട്ട ശേഷം പിന്നെ അദ്ദേഹം എവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു? അതൊക്കെയാണ്. അതുകൊണ്ടൊരു സംശയം സാധാരണ ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ ആ സംശയം ആർക്കും ഉണ്ടാവും. ശരി, അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ. അഡ്വക്കേറ്റ് ജയശങ്കർ തുടരുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ, പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ സരിത എസ് നായർ പറഞ്ഞ കാര്യം തനിക്ക് വിശ്വസനീയമായി തോന്നിയില്ല എന്നാണ് മജിസ്ട്രേറ്റ് പറഞ്ഞിരിക്കുന്നത്. സരിത ഒരു പ്രതിയാണെന്ന കാര്യം അവിടെ ഇരിക്കട്ടെ, ഒരു സ്ത്രീ ഇത്തരം ഒരു കാര്യം പറയുമ്പോൾ അവരെ അവിശ്വസിക്കാൻ മാത്രം എന്ത് കാരണമായിരിക്കും മജിസ്ട്രേറ്റിനുണ്ടാവുക? ഇവിടെ സംഭവിച്ചിട്ടുള്ളത് വേറൊരു സംഗതിയാണ്. മജിസ്ട്രേറ്റിനോട് പറഞ്ഞത് എന്ത് തന്നെയാണെങ്കിലും അദ്ദേഹം രേഖപ്പെടുത്തുകയും അത് ന്യായമെന്ന് തോന്നുന്ന പക്ഷം അദ്ദേഹം അതിന്റെ പുറത്ത് മേൽ നടപടികൾക്ക് ഉത്തരവിടുകയുമാണ് ചെയ്യേണ്ടത്. ക്രിമിനൽ നടപടി നിയമം അനുസരിച്ച് അദ്ദേഹം ചെയ്യേണ്ടിയിരുന്ന കാര്യം അതാണ്. അദ്ദേഹം അത് രേഖപ്പെടുത്തിയില്ല എന്നുള്ളത് അവിശ്വസനീയമാണ്. കാരണം അത്രയും പരിചയസമ്പന്നനായ ഒരു മജിസ്ട്രേറ്റ്, അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, 10-15 കൊല്ലത്തെ ജുഡീഷ്യൽ സർവീസിൽ പരിചയമുള്ള ഒരാൾ നിശ്ചയമായും അത് രേഖപ്പെടുത്താൻ തന്നെയാണ് സാധ്യത. രേഖപ്പെടുത്താതിരുന്നു എന്ന് അദ്ദേഹം പറയുന്നത് ശരിയല്ല. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് ഞാൻ സംശയിക്കാൻ തുടങ്ങിയത് അപ്പോഴല്ല. അദ്ദേഹം സരിതയോട് അഭിഭാഷകന്റെ സഹായത്തോടെ ഒരു പരാതി എഴുതി തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടു. അതുപോലും ന്യായമാണ് എന്ന് പറയാം. കാരണം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പല പേരുകളും വെളിപ്പെടുത്താനുണ്ട്. അവരോട് സ്വാഭാവികമായിട്ടും മജിസ്ട്രേറ്റ് നിർദ്ദേശിച്ചു എന്ന് തന്നെ. അടുത്ത ദിവസം മജിസ്ട്രേറ്റ് ആ നിലപാട് മാറ്റുകയും അഭിഭാഷകന്റെ സേവനമില്ലാതെ, സഹായമില്ലാതെ സരിത സ്വന്തമായി ഒരു മൊഴി എഴുതി കൊടുത്താൽ മതി എന്ന് പറയുകയും ചെയ്തു. അതിന്റെ കാരണം സരിത ഇംഗ്ലീഷ് അറിയാവുന്ന ആളാണ്, വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ് എന്നുള്ളത്. വിദ്യാഭ്യാസം ഉണ്ടാകുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യൽ ഒരു പരാതി എഴുതുന്നതിന് മാനദണ്ഡമാക്കാൻ കഴിയുകയില്ല. കാരണം ഈ പരാതിയെ സംബന്ധിച്ചുള്ള അതിന് നിയമപരമായിട്ടുള്ള പല അന്തർധാരകളും ഉള്ളതാണ്. പരാതി പ്രോപ്പർ അല്ലെങ്കിൽ ഒറ്റ കാരണം കൊണ്ട് കേസിന്റെ അടിത്തറ പൊളിഞ്ഞു പോകും. ഏറ്റവും നല്ല ഉദാഹരണം ജോസ് തെറ്റേലിന്റെ കാര്യത്തിൽ ആ സ്ത്രീ കൊടുത്ത പരാതിയാണ്. ആ പരാതി ഒരു പോലീസുകാരനാണ് എഴുതിയെങ്കിൽ പ്രോപ്പറായിട്ട് ജോസ് തെറ്റേൽ ഇന്നിപ്പോൾ കോടതിയിൽ നിന്ന് ഇറങ്ങാൻ അദ്ദേഹത്തിന് പറ്റുമില്ല. ഞാൻ പറഞ്ഞത് ഇവിടെ തെറ്റേലിന്റെ വിഷയത്തിലേക്ക് പോവുകയല്ല. ഒരാൾക്ക് നിയമസഹായം കിട്ടാനുള്ള
അവകാശം എന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒന്നാണ്, മൗലികാവകാശമാണ്. അജ്മൽ കസബിന് ഇന്ത്യ ഗവൺമെന്റ് വക്കീലിനെ വെച്ച് കൊടുത്തില്ലേ? എന്തുകൊണ്ടാണ്? അജ്മൽ കസബ് ഇന്ത്യൻ പൗരൻ പോലും അല്ല, അയാൾ പാകിസ്ഥാൻകാരനാണ്. പക്ഷെ ഒരു പ്രതിക്ക് നിയമസഹായം കിട്ടാനുള്ള അവകാശമുണ്ട്. സരിതയ്ക്ക് ഇവിടെ സ്വന്തമായിട്ടൊരു അഭിഭാഷകനുണ്ട്. അഭിഭാഷകന്റെ സഹായം കൂടാതെ പരാതി എഴുതണമെന്ന് പറഞ്ഞപ്പോൾ ആണ് ഞാൻ ഈ മജിസ്ട്രേറ്റിനെ ആദ്യം സംശയിക്കാൻ തുടങ്ങിയത്. പിന്നീട് അദ്ദേഹം അടുത്ത ഘട്ടത്തിൽ മാധ്യമങ്ങളിൽ വന്ന് എല്ലാം നുണയാണ് എന്ന് പറഞ്ഞ് മാധ്യമ നിരൂപണം തുടങ്ങുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇയാൾ പൂർണ്ണമായിട്ടും തട്ടിപ്പുകാരനാണ്, വഞ്ചകനാണ്, ഈ നീതിപീഠത്തെ വ്യഭിചരിക്കുന്ന ആളാണ്. കാരണം ഈ പത്രങ്ങളിൽ വന്നു എന്ന് പറയുന്നത് ശനിയാഴ്ച നടന്ന കാര്യത്തെക്കുറിച്ച് ഞായറാഴ്ച പത്രത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് തിങ്കളാഴ്ച പറയാമായിരുന്നു പത്രത്തിൽ വന്നത് തെറ്റാണ്. അദ്ദേഹം ആ സമയത്തൊന്നും മിണ്ടിയില്ല, മൗനം പാലിച്ചു. പിന്നീട് അടുത്ത ഘട്ടത്തിൽ മാധ്യമങ്ങളിൽ വന്ന മുഴുവൻ നുണയാണെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ കാപട്യം മറച്ചു വെക്കാനും മാധ്യമങ്ങളെ പഴിചാരി സാധാരണ രാഷ്ട്രീയ നേതാക്കന്മാർ ചെയ്യുന്ന പോലെ മാധ്യമ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ് തടി കഴിച്ചിലാക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണെന്ന് എനിക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പരാതി കൊടുത്തത്. അല്ലാണ്ട് ഒരു ജുഡീഷ്യൽ ഓഫീസർക്കെതിരെ അങ്ങനെ പരാതി കൊടുക്കുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഈ കാര്യത്തിൽ ഇതുപോലെ ഒരു 100% തട്ടിപ്പുകാരനായ ഒരു മജിസ്ട്രേറ്റിനെതിരെ പരാതി കൊടുത്തില്ലെങ്കിൽ അത് അഭിഭാഷക സമൂഹത്തോട് മാത്രമല്ല നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ഈ രാജ്യത്തെ കോടാനുകോടി ജനങ്ങളോട് ചെയ്യുന്ന ഒരു വഞ്ചനയാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ പരാതി കൊടുത്തത്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ തീർച്ചയായും അഡ്വക്കേറ്റ് ജയശങ്കർ, താങ്കൾ പരാതി കൊടുക്കാനുണ്ടായ സാഹചര്യം വളരെ വ്യക്തമാണ്. ഇപ്പോൾ അഡ്വക്കേറ്റ് സുരേഷ് ബാബു ചേരുന്നു ടെലിഫോൺ ലൈനിൽ. ശ്രീ അഡ്വക്കേറ്റ് സുരേഷ് ബാബു, സംഭവിച്ചത് രാഷ്ട്രീയമായി, തുടക്കത്തിൽ തന്നെ സോളാർ കേസിൽ രാഷ്ട്രീയമായി ആരൊക്കെയോ നേട്ടമുണ്ടാക്കുന്നു, പല കാര്യങ്ങളും പുറത്തു വരാതിരിക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനെ സാധൂകരിക്കുന്ന ഒരു റിപ്പോർട്ടല്ലേ ഇപ്പോൾ ഹൈക്കോടതി രജിസ്ട്രാർ നൽകിയിരിക്കുന്നത്? ഒരിക്കലും അല്ലല്ലോ. രാഷ്ട്രീയമായി ഇതിനകത്ത് എന്ത് നേട്ടം ഉണ്ടാകുന്നത്? രാഷ്ട്രീയമായ കുറച്ച് മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയമായ ഒരു നേട്ടവും ഇതിനകത്തില്ല. ഇതിനകത്ത് ഒരു കൂട്ടർക്ക് സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിച്ചു, വേറൊരു കൂട്ടർ അതിനേക്കാൾ സാമ്പത്തികമായി ഉണ്ടാക്കാൻ ശ്രമിച്ചു. രണ്ട് സാമ്പത്തിക താല്പര്യങ്ങളുള്ള ആളുകൾ തമ്മിലുണ്ടാക്കിയ കച്ചവടത്തിനകത്ത് വന്നുപറ്റിട്ടുള്ള നഷ്ടങ്ങളെ ശ്രീ സുരേഷ് ബാബു ഒന്ന് ഇടപെട്ടുകൊള്ളട്ടെ. സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി എന്നതിനപ്പുറത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നേരെയും ആരോപണങ്ങൾ ഉണ്ടായ ഒരു കേസാണ്. വെറും ഒരു സാമ്പത്തിക കുറ്റകൃത്യത്തിന്റെ പേരിൽ മാത്രമല്ല ഈ കേസിനെ കേരളം കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയ ഇടപെടൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും സംശയം ഉയരുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ജനകീയനായ ഒരു മുഖ്യമന്ത്രിയെ രാഷ്ട്രീയമായി താറടിച്ച് കാണിക്കേണ്ടത് ഇടതുപക്ഷത്തിന്റെയും BJPയുടെയും അടിസ്ഥാനപരമായ ഒരു ആവശ്യമാണ്. അതിന് ചില മാധ്യമങ്ങൾ കൂടെ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് ഇതിന് യാതൊരു പ്രാധാന്യവും കേരളീയ സമൂഹം കണക്കാക്കുന്നില്ല. കാരണം ഇതിനെ നിഷ്പക്ഷമായി വിലയിരുത്തുന്ന ആളുകൾക്കറിയാം, സരിതയും ബിജു രാധാകൃഷ്ണനും കൂടി ഉണ്ടാക്കിയ ഒരു സോളാർ കമ്പനി, ആ കമ്പനിയിൽ നിന്ന് കൂടുതൽ ലാഭം കിട്ടുമെന്ന് വിചാരിച്ച് കുറെ പേര് പണം മുടക്കി. ആ മുടക്കിയ ആളുകൾക്ക് പണം തിരിച്ചു കിട്ടാതെ വന്നപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളാണ് ഇതിനകത്ത് ആത്യന്തികമായ ഒരു പ്രശ്നം. അതല്ലാതെ ഇതിനകത്ത് രാജ്യത്തിനെ ബാധിക്കുന്ന പ്രശ്നം എന്താണ്? നിങ്ങളെയും എന്നെയും ബാധിക്കുന്ന പ്രശ്നം എന്താണ്? നമ്മുടെ സമൂഹത്തിനെ ബാധിക്കുന്ന പ്രശ്നം എന്താണ്? നമ്മുടെ സമൂഹത്തിനൊന്നും ഇത് ബാധിക്കുന്നില്ല. പിന്നെ ഈ പ്രശ്നം ഉണ്ടാക്കിയെടുത്തിട്ട് അത് രാഷ്ട്രീയമായി ലാഭം കൊയ്യാൻ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും BJPയും ഒരുമിച്ച് ചേർന്നുകൊണ്ടുണ്ടാക്കിയ ഒരു രാഷ്ട്രീയ നാടകമാണ്. അത് ജനകീയ സ്വഭാവമുള്ള ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു മുഖ്യമന്ത്രിയെ താറടിച്ച് കാണിച്ചാൽ മാത്രമേ ഇവരുടെ നാളത്തെ കാര്യങ്ങൾക്ക് അവർക്കൊരു നീക്കുപോക്കുണ്ടാക്കാൻ കഴിയുമെന്ന് ബോധ്യമുള്ളത് കൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി ഒരു പൂട്ടുവെക്കുക എന്നുള്ള അവരുടെ ലക്ഷ്യമാണ് ഇപ്പൊ നടക്കുന്നത്. ഇതിനകത്ത് എന്താണ് ഇപ്പോ മജിസ്ട്രേറ്റ് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ, പെടുത്തേണ്ടതുണ്ടോ ഇല്ലയോ, ഇത് നിയമപരമായ ഒരു പ്രശ്നമാണ്. നിയമപരമായ പ്രശ്നം കേരളത്തിന്റെ ഇന്ത്യയുടെ ക്രിമിനൽ ജുഡീഷ്യറി നിലനിൽക്കുന്നത് ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്. ആ ക്രിമിനൽ പ്രൊസീജിയർ കോഡിനകത്ത് ഒരു പ്രതിയുടെ മൊഴി രഹസ്യമായി രേഖപ്പെടുത്തിയെടുക്കാനുള്ള അധികാരമോ ചുമതലയോ ഉത്തരവാദിത്വമോ നൽകുന്നതായി എന്റെ പരിജ്ഞാനം എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചും പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇവിടെ സരിത അറസ്റ്റ് ചെയ്യപ്പെട്ട് ജുഡീഷ്യൽ റിമാൻഡ് കാലാവധി നീട്ടാൻ വേണ്ടി രണ്ടാമത് കോടതിയിൽ കൊണ്ടുവരുമ്പോൾ ആ 14 ദിവസത്തിനകത്ത് അവർക്ക് എന്തെങ്കിലും ശാരീരികമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കപ്പെട്ടിട്ടുണ്ടോ എന്നത് പറയാനും
അത് രേഖപ്പെടുത്താനും മാത്രമേ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ചുമതലാപരമായ ഉത്തരവാദിത്വമുള്ളൂ എന്ന് വളരെ താങ്കൾ ദയവായി തുടരുക. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, താങ്കളുടെ വാദഗതികൾ മനസ്സിലായി. പക്ഷേ അഡ്വക്കേറ്റ് ജയശങ്കർ, താങ്കൾ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതിലാണ് പുതിയ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ നാടകം എന്ന് അഡ്വക്കേറ്റ് സുരേഷ് ബാബു പറയുമ്പോൾ താങ്കളും അറിയാതെ അതിൽ പങ്കുചേർന്നു എന്നാണോ അദ്ദേഹം അർത്ഥമാക്കുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ കളി ഇതിനകത്ത് നടന്നിട്ടുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ഇതിന്റെ അകത്ത് ആദ്യം മുതൽ രാഷ്ട്രീയ കളിയാണല്ലോ. കേരളത്തിന്റെ മുഖ്യമന്ത്രി പരമപരിശുദ്ധനാണെന്ന് ശ്രീ സുരേഷ് ബാബു അദ്ദേഹത്തെ പോലുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലായിരിക്കുമ്പോൾ ക്ലിഫ് ഹൗസിലെ ഫോണിലേക്ക് സരിത വിളിക്കുന്നു. അദ്ദേഹം യാത്രയിലായിരിക്കുമ്പോൾ ജോപ്പന്റെ ഫോണിൽ വിളിക്കുന്നു. അദ്ദേഹം മറ്റ് സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ തിരുവനന്തപുരത്തിന് പുറത്താണെങ്കിൽ ജിക്കുമോന്റെ ഫോണിൽ വിളിക്കുന്നു. അതല്ലാത്തപ്പോൾ സലീം രാജിന്റെ ഫോണിൽ വിളിക്കുന്നു. അദ്ദേഹം ഡൽഹിയിലായിരിക്കുമ്പോൾ കുരുവിളയുടെ ഫോണിൽ വിളിക്കുന്നു. ഈ വിളിക്കുന്നതെല്ലാം കുരുവിളയോ ജോപ്പനെയോ ജിക്കുമോനെയോ അല്ലെന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. വിളിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. കാരണം മുഖ്യമന്ത്രിക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഫോണില്ല. മുഖ്യമന്ത്രി എവിടെയാണോ അവിടെ കൂടെയുള്ള ആരാണെന്ന് വെച്ചാൽ ആ ആളെയാണ് വിളിക്കുന്നത്. ഇതെല്ലാവർക്കും അറിവുള്ള കാര്യമല്ലേ. സുരേഷ് ബാബു മുഖ്യമന്ത്രി പരിശുദ്ധനാണെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പരിശുദ്ധനാവില്ലല്ലോ. അങ്ങനെ പരിശുദ്ധനാണെങ്കിൽ എന്തുകൊണ്ട് ജോപ്പനെ പോലീസ് അറസ്റ്റ് ചെയ്തു? അദ്ദേഹം 10-90 ദിവസം ജയിലിൽ കിടന്നു. എന്തുകൊണ്ട് ജിക്കുമോനെയും പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നു? എന്തുകൊണ്ട് ഗൺമാനെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു? അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാം. സുരേഷ് ബാബു പരിശുദ്ധനാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഉമ്മൻചാണ്ടി പരിശുദ്ധനാവുന്നില്ല. ഞാൻ പറഞ്ഞു ഉമ്മൻചാണ്ടി തെറ്റുകാരനാണെന്ന് ഇതുവരെ ഒരു കോടതി കണ്ടെത്തിയിട്ടില്ല. ദയവായി തുടരുക ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ. ഇപ്പോൾ മൻസൂർ പള്ളൂർ OICC വക്താവ് സ്കൈപ്പ് വഴി ചർച്ചയിൽ ചെയ്യുന്നു. ശ്രീ മൻസൂർ പള്ളൂർ, ചില വീഴ്ചകൾ സംഭവിച്ചു, മജിസ്ട്രേറ്റിന്റെ നടപടിക്രമങ്ങൾ വീഴ്ച സംഭവിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് വിരൽ ചൂണ്ടുന്നത് ഇപ്പോൾ ഭരണപക്ഷത്തുള്ളവരിലേക്കാണ്, ഭരിക്കുന്നവരിലേക്കാണ്. അതൊരു സ്വാഭാവികമായ സംശയം മാത്രമാണ്. അത്തരം സംശയം ഉണ്ടാകുന്നതിൽ തെറ്റു പറയാനും കഴിയില്ല. ഈ വിഷയവുമായി എനിക്ക് ആമുഖമായി പറയാനുള്ളത്, തികച്ചും അനാവശ്യമായ ചാനൽ ചർച്ചകളാണ് ഈ വിഷയവുമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രവാസ പക്ഷത്തു നിന്ന് കേരളത്തിലെ രാഷ്ട്രീയ സംഭവവികാസങ്ങളെ കാണുന്ന ഉദ്ദേശശുദ്ധിയോടുകൂടിയുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയും, ഇത്തരത്തിലുള്ള ചർച്ചകൾ നമ്മുടെ നാടിനെ എവിടെയും കൊണ്ടുചെന്നെത്തിക്കില്ല. കേരളത്തിലെ ജനങ്ങളെ നിഷേധാത്മകമായ നെഗറ്റീവായ ചിന്താഗതിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്. കച്ചവട മനസ്ഥിതിയോടുകൂടി ചാനൽ റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. കേരളത്തിൽ ഇത്തരത്തിലുള്ള നെഗറ്റീവായ ചിന്താഗതിയിൽ നിന്ന് രക്ഷപ്പെട്ട് കടൽ കടന്ന് വന്നവരാണ് ഒരുപാട് ലക്ഷോപലക്ഷം ആളുകൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത്. അവരുടെ നിലപാടനുസരിച്ച് പറയുകയാണെങ്കിൽ ഈ സരിതാ വിഷയത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള ചർച്ചകളെല്ലാം തന്നെ അനാവശ്യ ചർച്ചകളാണ്. എനിക്ക് പറയാനുള്ളത്, കേരളത്തെ സംബന്ധിച്ച് ചർച്ചക്കെടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കേരളത്തിന്റെ വികസന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ മറ്റു നിരവധി കാര്യങ്ങൾ കേരളത്തിന്റെ ചർച്ചക്കെടുക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള കേസുകൾ കോടതിയും പോലീസും ഒക്കെ നോക്കേണ്ട കേസുകൾ തീർച്ചയായും ശ്രീ മൻസൂർ പള്ളൂർ, താങ്കൾ പറയുന്നത് വ്യക്തമാകുന്നുണ്ട്. ചർച്ചയ്ക്കെടുക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ടെങ്കിലും ഇത് ചർച്ച ചെയ്യപ്പെടാതെ പോകേണ്ട ഒരു വിഷയം അല്ല എന്ന് തന്നെയാണ് ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് കരുതുന്നത്. അഡ്വക്കേറ്റ് ജയശങ്കർ, മജിസ്ട്രേറ്റിന് നടപടിക്രമങ്ങളിൽ ചില വീഴ്ച പറ്റി എന്ന് സംഭവിക്കാം. എന്നാൽ സരിത പിന്നീട് പറഞ്ഞ മൊഴിയിൽ താൻ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന കാര്യമില്ല. ആദ്യം സരിത നൽകിയ മൊഴി മജിസ്ട്രേറ്റിന് രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് സത്യം പറയാൻ സരിതയ്ക്കും കഴിഞ്ഞില്ല എന്നല്ലേ കരുതേണ്ടത്? അല്ല, ഇവിടെ സംഭവിച്ചിട്ടുള്ളത് സംഗതി വളരെ ശരിയാണ്. സരിത പറഞ്ഞത് മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയില്ല എന്ന് വാദത്തിന് വേണ്ടി വിചാരിക്കാം. രേഖപ്പെടുത്താഞ്ഞത് മജിസ്ട്രേറ്റിന്റെ ഭാഗത്തുള്ള വീഴ്ചയാണ്. പിന്നീട് മജിസ്ട്രേറ്റ് വക്കീലിന്റെ സഹായത്തോടെ എഴുതാൻ പറഞ്ഞ മൊഴി പിന്നെ വക്കീലില്ലാതെ എഴുതാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് മജിസ്ട്രേറ്റ് അദ്ദേഹത്തിന്റെ നീതിന്യായ നിർവഹണം എന്ന ഉത്തരവാദിത്തം മറന്ന് മാധ്യമ നിരൂപണം ആരംഭിച്ചു. മജിസ്ട്രേറ്റിന്റെ കൈകൾ ശുദ്ധമല്ല എന്നുള്ളതിന് വേറെ തെളിവൊന്നും വേണ്ട. അതുകൊണ്ടാണല്ലോ വിജിലൻസ് രജിസ്ട്രാർ, അദ്ദേഹം ഒരു ജഡ്ജിയാണ്. അദ്ദേഹം ഇതുപോലെയുള്ള പദവികൾ, ഇതുപോലുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയിട്ടുള്ള ആളാണ്. അല്ലാതെ നൂലുമ്പ കെട്ടി ഇറക്കിയ ആളൊന്നുമല്ല. ഹൈക്കോടതിയുടെ ഓട് പൊളിച്ചു വന്ന ആളല്ല വിജിലൻസ് രജിസ്ട്രാർ. അദ്ദേഹവും പരിചയസമ്പന്നനായ ഒരു ന്യായാധിപനാണ്. അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു, സുരേഷ് ബാബുവിന് ബോധ്യപ്പെടുന്നില്ല, മൻസൂറിന് ബോധ്യപ്പെടുന്നില്ല. അവരെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം നമുക്കില്ല. വിജിലൻസ് രജിസ്ട്രാർക്ക് ബോധ്യമായിട്ടുണ്ട് ഇതിൽ കള്ളക്കളി നടന്നിട്ടുണ്ട്, മജിസ്ട്രേറ്റ് കുറ്റക്കാരനാണ്. ശരിയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ, അതുതന്നെയാണ് സുരേഷ് ബാബു താങ്കളോട് ചോദിക്കാനുള്ളത്. താങ്കൾ ഒരു അഡ്വക്കേറ്റ് ആണ്. നടപടിക്രമത്തിലെ വീഴ്ചയാണ് മജിസ്ട്രേറ്റിനുണ്ടായത്, അല്ലെങ്കിൽ നിയമത്തിലെ അജ്ഞതയാണ് എന്നെല്ലാം പറഞ്ഞൊഴിയാമെങ്കിലും ഒരു സാധാരണക്കാരന് ജുഡീഷ്യറിയിലുള്ള വിശ്വാസമാണ് ഇത്തരത്തിൽ തകർക്കപ്പെടുന്നത്.
ഒരിക്കലുമില്ല. എന്താന്ന് വെച്ചാല് ജുഡീഷ്യറിയിൽ വിശ്വാസമാണുള്ളത്. ജുഡീഷ്യറിയെ കുറിച്ച് നല്ല ഇപ്പൊ ജനങ്ങൾക്ക് വന്നിരിക്കുന്നു. കാരണം ശ്രീ ജയശങ്കർ കൊടുത്ത പരാതി അതിന്റെ ഹൈക്കോടതിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് വിങ് ആണ് ഇപ്പൊ അന്വേഷിച്ചിരിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിന്റെ അന്വേഷണത്തിന്റെ പരിധിയുടെ വ്യാപ്തിയെ കുറിച്ച് എന്നേക്കാൾ കൂടുതൽ പരിചയം ശ്രീ ജയശങ്കറിനുണ്ട്. പക്ഷെ ജയശങ്കർ ഒരു കാര്യം പറഞ്ഞു, സുരേഷ് ബാബു മുഖ്യമന്ത്രി പരിശുദ്ധനാണെന്ന് പറഞ്ഞാൽ പരിശുദ്ധനാവുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. മുഖ്യമന്ത്രി പരിശുദ്ധനാണ് എന്നുള്ള കാര്യം കേരളീയ സമൂഹം അംഗീകരിച്ചതാണ്. ജയശങ്കറിനെ പോലെയുള്ള ആളുകളോ മുഖ്യമന്ത്രി പരിശുദ്ധനല്ല എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ പരിശുദ്ധിയെ ഒരിടത്തും ബാധിക്കുകയില്ല, അങ്ങനെ അപ്രസിദ്ധി അല്ലാതാവുകയുമില്ല. അതും ജയശങ്കറൊക്കെ മനസ്സിലാക്കി കാണും. അത് ജയശങ്കർ മനസ്സിലാക്കുന്നത് കുറച്ചുകൂടി നല്ലതാണ്. ജയശങ്കർ വളരെ രാഷ്ട്രീയമായി താല്പര്യങ്ങളുള്ള വിഷയങ്ങൾ എടുത്തുകൊണ്ട് കേരളീയ സമൂഹത്തിന്റെ മുന്നിൽ പറയുന്ന വാക്കുകളും വാചകങ്ങളും എല്ലാം കേരളീയ സമൂഹം വിശ്വസിക്കുന്നു എന്നൊരു ധാരണ അദ്ദേഹത്തിന് വേണ്ട. അതിനെ റിലേറ്റീവായിട്ട് തന്നെ അതിനെ വിശകലനം ചെയ്യാനുള്ള വിവേകം കേരളീയ സമൂഹത്തിനുണ്ട്. ഇവിടെ ജുഡീഷ്യറി അതിന്റെ ഏതെങ്കിലും തരത്തിൽ ഇതിനകത്തൊരു ക്രിമിനൽ ലയബിലിറ്റി വരണമെങ്കിൽ ജുഡീഷ്യൽ പെർവ്യൂവിലേക്ക് പോകണം. ഇപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് പെർവ്യൂവിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്, ഇത് ചെത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ കേരളീയ സമൂഹം, ഞാൻ എന്റെ ഗൾഫിലെ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ അതിനോട് താത്വികമായി യോജിക്കുകയാണ്. നമ്മളിവിടെ ഈ ചർവണം ചെയ്യുന്നത് എത്ര കാലം. ശ്രീ അഡ്വക്കേറ്റ് സുരേഷ് ബാബു, താങ്കളിലേക്ക് തിരിച്ചെത്തുമ്പോൾ സലിം ചെലമുഖത്ത് ഇടതുപക്ഷ സാമൂഹിക പ്രവർത്തകനുണ്ട്. അഡ്വക്കേറ്റ് സുരേഷ് ബാബു പറഞ്ഞത് കേട്ടിരിക്കുമല്ലോ. താങ്കളോട് ചോദിക്കാനുള്ളത്, അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലുള്ളവർ എടുത്ത താല്പര്യം പോലും കേരളത്തിൽ ഒരുപക്ഷെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ പ്രതിപക്ഷമെന്ന് അവകാശപ്പെടുന്നവരോ ഈ കേസിൽ എടുത്തില്ല എന്നൊരു ആക്ഷേപമുണ്ട്. അത് ശരിയല്ലേ? ഈ കഴിഞ്ഞ 2-3 മാസങ്ങളായി ഈ വിഷയം ഉയർന്നു വന്നതിൽ പിന്നെ കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ ചലനങ്ങൾ നിരീക്ഷിക്കുന്ന യാതൊരാളും ഇങ്ങനെ അഭിപ്രായപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇതിന്റെ തുടക്കം തന്നെ നമുക്കറിയാം. ഈ വിഷയം കേരളീയ സമൂഹത്തിന് മുമ്പിൽ ആദ്യമായി കൊണ്ടുവന്നത് കൈരളിയുടെ ഭാഗമായിട്ട് പീപ്പിൾസ് TV എന്ന് പറയുന്ന ചാനലാണ്. അതിനുശേഷം ഈ വിഷയം കേരളത്തിലെ പ്രതിപക്ഷം മാത്രമല്ല കേരളീയ സമൂഹം ഒന്നടങ്കം, നമുക്കറിയാം ഇത് ഇതുവരെ കേരളത്തിലെ ജനങ്ങൾ കേട്ടുകേൾവ് പോലുമില്ലാത്ത സംഗതികളാണ് സംഭവിച്ചത്. കേരളത്തിന്റെ ഭരണത്തലവൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് അദ്ദേഹവുമായി ഏറ്റവും അടുപ്പമുള്ള ചില ആളുകൾ ഏത് വഴിവിട്ട മാർഗവും സ്വീകരിച്ചുകൊണ്ടും ചില തെറ്റായ വഴികളിലൂടെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് വഞ്ചിച്ചുകൊണ്ട് ധനലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കബളിപ്പിക്കുന്ന രീതി, അതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസും ഔദ്യോഗിക സ്ഥാപനങ്ങളും ഔദ്യോഗിക ചിഹ്നങ്ങളും ദുരുപയോഗപ്പെടുത്തി എന്നുള്ള വളരെ വ്യക്തമായ കേസ്. ഈ കേസ് ഇതില് കൃത്യമായി പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ പ്രതിപക്ഷം അതിന്റെ കൃത്യമായ കടമ നിർവഹിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല അത് ഇപ്പോഴും തുടരുകയാണ്. നമുക്കറിയാം, ഇപ്പോ നവംബർ 1-ാം തീയതി മുതൽ 13-ാം തീയതി വരെ കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഇടതുപക്ഷ മുന്നണിയുടെ ജാഥ നാളെ സമാപിക്കാൻ വേണ്ടി പോവുകയാണ്. അതിനുശേഷം അടുത്ത മാസം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ആയ ക്ലിഫ് ഹൗസ് വ്യക്തമാണ്. ശ്രീ സലിം ചെലമുഖത്ത്, താങ്കളുടെ അഭിപ്രായം. അഡ്വക്കേറ്റ് ജയശങ്കർ, ബാഹ്യസമ്മർദ്ദം ഉണ്ടായതിന് തെളിവില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് അപ്പോൾ കോടതിയിലുണ്ടായിരുന്ന ഫെനി ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ വനിതാ കോൺസ്റ്റബിൾ ശിരസ്താർ, ഇവരാരും ഒരുപക്ഷെ മജിസ്ട്രേറ്റിനെതിരെ മൊഴി നൽകിയിട്ടില്ല എന്നു തന്നെയല്ലേ ഊഹിക്കേണ്ടത്? ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. പോലീസുകാരും ശിരസ്താരും കോടതിയിലുണ്ടായിരുന്ന മറ്റ് വ്യക്തികളും ഇവരെല്ലാണ്ടാവുന്ന ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവരെല്ലാവരും കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മജിസ്ട്രേറ്റിനെ കോർണർ ചെയ്യാനായിട്ട് വിജിലൻസ് രജിസ്ട്രാർക്ക് സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് താൻ ശാരീരികമായി ചൂഷണത്തിന് വിധേയമായി എന്ന് സരിത സമ്മതിച്ചതായി മജിസ്ട്രേറ്റിന് തന്നെ മജിസ്ട്രേറ്റിന് ആ രീതിയിലുള്ള മൊഴി കൊടുക്കാൻ അദ്ദേഹം നിർബന്ധിതരായത്. അല്ലാതെ മജിസ്ട്രേറ്റ് ഒരു കാരണവശാലും അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ നിവൃത്തിയില്ല. കാരണം അദ്ദേഹത്തിന്റെ ജോലി പോകുന്ന പ്രശ്നമാണ്. ഇവിടെ മജിസ്ട്രേറ്റ് അങ്ങനത്തെ ഒരു പരിണതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വനിതാ കോൺസ്റ്റബിൾ അടക്കമുള്ള ആളുകൾ ഇതിലേക്ക് വളരെ വ്യക്തമായ സൂചന നൽകുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം നൽകിയിട്ടുള്ളത്. അതിന്റെ പൂർണ്ണ വിവരങ്ങൾ നമുക്ക് അറിവില്ല. ഏതായാലും വിജിലൻസ് രജിസ്ട്രാറിന്റെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. പിന്നെ ബാഹ്യ സമ്മർദ്ദം ഉണ്ടായി അല്ലെങ്കിൽ പ്രേരണ ഉണ്ടായി അതിന് തെളിവില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അർത്ഥം അങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടായില്ല എന്നല്ല. ഇവിടെ നമ്മൾ ഊഹിക്കേണ്ട ഒരു കാര്യം, ഞാൻ പറയുന്നത് തെളിവുണ്ടെങ്കിൽ മാത്രമേ രജിസ്ട്രാർക്ക് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ സാധാരണക്കാർക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സ്വയം ചോദിക്കാവുന്ന ഒരു ചോദ്യം,
ആത്മപ്രചോദിതനായിട്ട് അഥവാ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ കേട്ട മൊഴി കേട്ടില്ല എന്ന് വെക്കാൻ പറ്റുന്ന ഒരാളാണോ മജിസ്ട്രേറ്റ്? അല്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റിന് സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും എടുക്കുകയില്ല. ഈ NV രാജു എന്ന് പറഞ്ഞ മജിസ്ട്രേറ്റ് പരിചയസമ്പന്നനാണ്. ഇതിന്റെ വരും പരാതികളെ കുറിച്ച് അറിവുള്ള ആളാണ്. പൊതുസമൂഹം ഉറ്റുനോക്കുന്ന കേസാണ് ഇത് എന്ന് അദ്ദേഹത്തിന് അറിയാവുന്നതാണ്. അദ്ദേഹം എന്തുകൊണ്ട് അത് രേഖപ്പെടുത്തിയില്ല, അല്ലെങ്കിൽ രേഖപ്പെടുത്തിയത് എന്തുകൊണ്ട് നീക്കം ചെയ്തു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ മേൽ വലിയ സ്വാധീനവും സമ്മർദ്ദവും ഉണ്ടായിരുന്നു. ഇത് ഞാനൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. എന്നോടൊപ്പം പരാതി കൊടുത്ത BJP നേതാവ് സുരേന്ദ്രൻ ഈ അന്വേഷണം നടക്കുന്ന സമയത്ത് വിജിലൻസ് രജിസ്ട്രാറോട് ആവശ്യപ്പെട്ട ഒരു കാര്യം, ഈ മജിസ്ട്രേറ്റിന്റെ ഫോൺ രേഖകൾ പരിശോധിക്കണം. മജിസ്ട്രേറ്റ് ആരെയൊക്കെ വിളിച്ചു, മജിസ്ട്രേറ്റിനെ ആരൊക്കെ വിളിച്ചു, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സരിതയുടെ സ്റ്റേറ്റ്മെന്റ്, സരിതയുടെ മൊഴിയല്ല, സുരേഷ് ബാബു പറഞ്ഞത് ശരിയാണ്, പ്രതിക്ക് മൊഴി കൊടുക്കാനുള്ള വ്യവസ്ഥയില്ല. ഇവരുടെ ഈ സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തിയതിന് ശേഷം, അതിന് മുമ്പുള്ളതിന് അത്ര വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുശേഷം അന്നും പിറ്റേന്നും മജിസ്ട്രേറ്റിനെ ആരൊക്കെ വിളിച്ചു, അത് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരുടെ സമ്മർദ്ദപ്രകാരം മജിസ്ട്രേറ്റ് നീക്കം ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മേലാവിൽ നിന്ന് ഉള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കണ്ടുപിടിച്ചാൽ മാത്രമേ ഈ അന്വേഷണം പൂർണ്ണതയിലെത്തി എന്ന് പറയാൻ കഴിയുള്ളൂ. ഇവിടെ ഒരു മജിസ്ട്രേറ്റ് ചെയ്ത കുറ്റമല്ല. മജിസ്ട്രേറ്റ് ഒരിക്കലും തന്നിഷ്ടപ്രകാരം അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു മജിസ്ട്രേറ്റിന് അത്രയ്ക്കൊന്നുള്ള ധൈര്യം, അത്രയ്ക്കുള്ള ചങ്കൂറ്റം നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. ഞാൻ 25 കൊല്ലമായിട്ട് ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആളാണ്. നമുക്ക് ഊഹിക്കാൻ കഴിയും എന്തായിരിക്കും. അത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട പല വ്യക്തികളുടെയും പേരുകൾ ശ്രീ സുരേഷ് ബാബുവിന്റെ പാർട്ടിക്കാരായ വക്കീൽമാർ തന്നെ എന്നോട് പറയുകയുണ്ടായിട്ട്, ഞാനിപ്പോൾ അവരുടെയും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. കാരണം വെളിപ്പെടുത്തുന്നതിൽ കാര്യമില്ലല്ലോ. ഇതിനെന്തെങ്കിലും തെളിവ് നമുക്ക് അവരുമായിട്ട് നേരിട്ട് ബന്ധിപ്പിക്കാവുന്ന സംഗതികൾ ഇല്ലാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഫോൺ രേഖകൾ പരിശോധിച്ചിരുന്നെങ്കിൽ അതേക്കുറിച്ച് കുറെ കൂടി വ്യക്തത ഉണ്ടാകുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ സുരേഷ് ബാബു, അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത് കേട്ടിരിക്കുമല്ലോ. ഫോൺ രേഖകൾ പരിശോധിച്ചാൽ കുറച്ചുകൂടി വ്യക്തത ഉണ്ടാകുമായിരിക്കും. അതിനർത്ഥം ഇനിയും വ്യക്തത ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഈ കേസിൽ അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിൽ തുടർ നടപടികളിൽ എന്നാണ്. താങ്കൾ എന്താണ് കരുതുന്നത്? ജയശങ്കറിന് ഇനിയും ഒരുപാട് വ്യക്തതകൾ ആവശ്യമുണ്ടാവും. കാരണം ജയശങ്കറിന്റെ രാഷ്ട്രീയ താല്പര്യത്തിനകത്തും മുഖ്യമന്ത്രിയാണ് ഇതിനകത്തൊക്കെ ചെയ്തതെന്നൊരു റിപ്പോർട്ട് വരുന്നത് വരെ ജയശങ്കറിന് ഒന്നും വ്യക്തമാവില്ല. പിന്നെ ഇപ്പൊ സുരേഷ് ബാബുവിന്റെ പാർട്ടിക്കാർ പലരും പറഞ്ഞിരുന്നത് ഇതൊക്കെ ജയശങ്കറിന്റെ ഒരു വിദ്യകളല്ലേ. അയാൾ കുറെ കാലമായിട്ട് ഈ ചാനലുകളിലൂടെ ഇത്തരം ചില ചൊട്ടുകളും പറഞ്ഞ് ഒരു ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയമല്ല. അത് ഒരു യുക്തിസഹമായ ഒരു ചിന്താഗതിയല്ലല്ലോ. അത് ആ യുക്തിസഹമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ചർച്ചയെ മുന്നൂറ്റി കൊണ്ടുപോകേണ്ട കാര്യമില്ല. രാഷ്ട്രീയമായി കാണാൻ നമുക്ക് കഴിയണം. നമ്മുടെ രാജ്യത്ത് ഇതിനേക്കാൾ വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കുറ്റം ചെയ്തവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതിൽ മടി കാണിക്കാത്തൊരു പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടിക്ക് അങ്ങനെ ആരെയും രക്ഷിച്ചിട്ടൊന്നുമില്ല. കുറ്റം ചെയ്യാത്ത ആളെ ഏതെങ്കിലും ആളുകൾ കൂടിയിരുന്ന് ഇന്ന രീതിയിൽ നടത്തി അയാളെ കുറ്റക്കാരനാക്കണമെന്ന് പറഞ്ഞാൽ അതിനെ തരാനും ഈ പാർട്ടിയോ പാർട്ടിയുടെ ആളുകൾക്കോ തയ്യാറല്ല. മനസ്സിലാക്കാൻ തയ്യാറാകണമെന്ന് മാത്രമേ എനിക്ക് പറയാൻ. ശരി, അഡ്വക്കേറ്റ് സുരേഷ് ബാബു, കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇനി അറിയേണ്ടത് ഈ റിപ്പോർട്ടിന്മേൽ എന്ത് തുടർ നടപടി ഉണ്ടാകും? റിപ്പോർട്ടിന്മേൽ കൂടുതൽ നടപടികൾ എടുക്കാനുള്ള അധികാരം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനാണെന്നിരിക്കെ ഇനി ഈ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്? ഇനി ഇപ്പോൾ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറ്റാരോപിതനായി അല്ലെങ്കിൽ കുറ്റക്കാരനെന്ന് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള മജിസ്ട്രേറ്റിന്റെ പേരിൽ അച്ചടക്ക നടപടിയാണ് സ്വീകരിക്കുന്നത്. അതിന് അദ്ദേഹത്തിന്റെ പേരിൽ ഷോക്കോസ് നോട്ടീസ് കൊടുക്കുകയും മേൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായ വീഴ്ച, അതിന്റെ ഗൗരവം പരിഗണിച്ച് അദ്ദേഹത്തിന് ന്യായമായ, അദ്ദേഹം അർഹിക്കുന്ന രീതിയിലുള്ള ശിക്ഷ നടപടികളാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുക. അല്ലാതെ സരിത പറഞ്ഞ മൊഴി വീണ്ടെടുക്കാൻ ഇനി ആരും വിചാരിച്ചാലും സാധിക്കുകയില്ല. അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞു. ഇനി ഇവിടെ ചെയ്യാവുന്നത് ഇതുപോലുള്ള മജിസ്ട്രേറ്റുമാർക്ക് ഇങ്ങനെയുള്ള കുൽസിത പ്രവൃത്തികൾ ഭാവിയിലെങ്കിലും ചെയ്യാതിരിക്കാൻ മാതൃകാപരമായ രീതിയിൽ ഈ മജിസ്ട്രേറ്റിനെ ശിക്ഷിക്കുക എന്ന് മാത്രമാണ്. വളരെ നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. വരും ദിവസങ്ങളിലും ചർച്ച ഇതിനെ കേന്ദ്രീകരിച്ചു തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തത് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ, സരിതയുടെ അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണൻ, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ഒപ്പം ഗൾഫിൽ നിന്ന് സ്കൈപ്പ് വഴി ഇടതുപക്ഷ സാമൂഹിക പ്രവർത്തകൻ സലിം ചെലമുഖത്ത്, OICC വക്താവ് മൻസൂർ പള്ളൂർ എന്നിവരാണ്. എല്ലാവർക്കും വളരെയധികം നന്ദി. ന്യൂസ് മിഡിൽ ഈസ്റ്റ് തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.
മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് പെരുവണ്ണാമൊഴി സ്കൂൾ സെക്സ് റാക്കറ്റിലെ പ്രതികൾ ദോഹയിൽ. നാട്ടുകാർ തിരിച്ചറിഞ്ഞയുടൻ പ്രതികൾ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ നിന്ന് മുങ്ങി. ഇവരിൽ രണ്ടുപേരുടെ പാസ്പോർട്ട് നാട്ടുകാർ കണ്ടെടുത്തു. ഇവർക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുമെന്ന് പറഞ്ഞിരുന്നു. തൽക്കാൽ പാസ്പോർട്ടിലാണ് ഇവരിൽ രണ്ടുപേർ വിദേശത്തേക്ക് കടന്നത്. ജുനൈസ്, സാബിർ എന്നിവർക്കെതിരെയാണ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുമെന്ന് പോലീസ് പറഞ്ഞത്. ഇരുവരുടെയും പാസ്പോർട്ട് തൽക്കാൽ പാസ്പോർട്ടുകളാണ്. മറ്റൊരു പ്രതിയായ ഷാഫിയും ഇവരോടൊപ്പം ഖത്തറിലേക്ക് കടന്നിരുന്നു. മീഡിയ 1 എക്സ്ക്ലൂസീവ്. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി റമീസ് ചാത്തിയറ ചേരുന്നു ദോഹയിൽ നിന്നും. റമീസ്, എപ്പോഴാണ് സംഭവം ഉണ്ടായത്? ഇവരെ കണ്ടെത്തുന്ന സമയത്ത് 3 പേരും ഉണ്ടായിരുന്നു. ജൽസി, 3 പേരെയും ഇവിടെ മൂന്ന് പേരും ഇവിടെ മൻസൂറയിലുള്ള ഇസ്ലാമിക് സെന്ററിന് സമീപത്തുള്ള ഒരു ഫ്ളാറ്റിൽ താമസിക്കുകയായിരുന്നു എന്നാണ് നാട്ടുകാരും റൂമിലുള്ളവർ തിരിച്ചറിഞ്ഞത്. ഇവരുടെ ചിത്രങ്ങൾ, ഇവരുടെ ഫോട്ടോകൾ ഇന്ന് ചാനലുകൾ വന്നതിന് ശേഷമാണ് ഇവരെ തിരിച്ചറിയാൻ സഹായമായത്. ഇവർ 2 ദിവസം മുമ്പാണ് ഈ സൂചിപ്പിക്കപ്പെട്ട ഈ ഫ്ളാറ്റിൽ താമസത്തിനായി എത്തുന്നത് എന്നാണ് റൂമിലെ ആളുകൾ പറയുന്നത്. അപ്പോൾ 2 ദിവസമായിട്ട് ഇവർ താമസിച്ചു വരികയും ദുബായിൽ നിന്ന് കമ്പനിയിൽ എന്തോ പ്രശ്നമായിട്ട് നേരെ ദോഹയിലെത്തിയതെന്നാണ് ഇവർ റൂമിലുള്ളവരെ അറിയിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇവരെ തിരിച്ചറിഞ്ഞതോടുകൂടി ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും മലയാളികൾ, പ്രത്യേകിച്ചും പ്രവാസി മലയാളികൾ ഈ വില്ലകളിലെ പരിസരത്തിലേക്ക് വരികയും അവിടെ തടിച്ചുകൂടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ഇത് സംശയം ജനിപ്പിക്കുകയും അവർ അവിടെ നിന്ന് മുങ്ങുകയും ചെയ്തിരുന്നു. വൈകുന്നേരം 5 മണി വരെ ഇവർ ആ വില്ലയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഞങ്ങൾ അവിടെ എത്തുന്നതോടുകൂടി അവർ അവിടെ നിന്ന് സ്ഥലം വിടുകയാണ് ഉണ്ടായത്. ഏതായാലും ഇവരുടെ പാസ്പോർട്ട് ഇവര് ദോഹയിൽ വന്നതിന് ശേഷം റെന്റിന് ഒരു കാർ എടുത്തിരുന്നു. ടൊയോട്ട ക്യാമറി എന്ന് പറയുന്ന 328143 എന്ന ഒരു കാർ ഇവർ റെന്റ് കാർ സർവീസിൽ മന്നായി റൗണ്ട് അബൌട്ടിനടുത്തുള്ള ഒരു റെന്റ് കാർ കമ്പനിയിൽ നിന്ന് കാർ റെന്റിന് എടുത്തിട്ടുണ്ട്. ആ കാറിൽ ഇവരുടെ പാസ്പോർട്ട് സറണ്ടർ ചെയ്തിട്ടാണ് ഇവർ കാർ എടുത്തിട്ടുള്ളത്. പാസ്പോർട്ട് തെളിവായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാസ്പോർട്ട് ഇപ്പോൾ ആ കമ്പനിയിൽ തന്നെ ഉണ്ട് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. ഏതായാലും പോലീസിന് ഇനി ഇവരെ പിടികൂടാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു പിടിവലിയാണ് ഈ പാസ്പോർട്ട് കണ്ടെടുത്തിരിക്കുന്നു. പാസ്പോർട്ട് ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? ഇതുമായി ബന്ധപ്പെട്ട് മറ്റു നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് നാട്ടുകാർ ചെയ്തത്? പോലീസിൽ വിവരം അറിയിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? പാസ്പോർട്ട് ഇപ്പോൾ ഉള്ളതായിട്ട് അറിയാൻ കഴിയുന്നത് മന്നായി റൗണ്ട് അബൌട്ടിലുള്ള പ്രധാനപ്പെട്ട ഒരു റെന്റ് കാർ സർവീസ് സെന്ററിലാണ്. അവിടെ പാസ്പോർട്ട് ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതേ ഉള്ളൂ. കൂടുതൽ പോലീസും അറിയിക്കുകയും മറ്റു ബന്ധപ്പെട്ട കാര്യങ്ങളും ഇവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. ഏതായാലും 3 പേരും ഇവർ തന്നെയാണ് എന്നാണ് നാട്ടുകാരും റൂമിലുള്ളവരും ആവർത്തിച്ച് പറയുന്നത്. ഷാഫി, ജുനൈസ്, സാദർ എന്നീ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട 3 പേരുടെയും 3 പേരാണ് ആ ചിത്രത്തിൽ ചാനലുകളിൽ വന്ന ചിത്രങ്ങളിലുള്ളവർ തന്നെയാണ് ഇവരെന്നാണ് റൂമിലുള്ളവർ തർപ്പിച്ച് പറയുന്നത്. ഇവരുടെ റൂം നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇവരുടെ ബാഗിൽ നിന്നും ഇവര് ദുബായിൽ നിന്നും ദോഹയിലേക്ക് യാത്ര ചെയ്യാൻ ഉപയോഗിച്ച ടിക്കറ്റും ഷാഫി എന്ന് പറയുന്ന വ്യക്തിയുടെ ടിക്കറ്റും അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് കോപ്പിയും എല്ലാം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇവിടെ ദോഹയിൽ വന്നതിന് ശേഷം അവർ സിം എടുക്കാൻ ഉപയോഗിച്ച സിമ്മിന്റെ റെസിപ്റ്റും ഉൾപ്പെടെ മുഴുവൻ രേഖകളും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അതിന്റെ മുഴുവൻ കോപ്പിയും ഇപ്പോൾ എന്റെ കയ്യിലുണ്ട്. ഏതായാലും 3 പേരും കോഴിക്കോട് പെരുവണ്ണാമൊഴി സ്കൂൾ സെക്സ് റാക്കറ്റിലെ 3 പ്രതികളും നേരത്തെ സൂചിപ്പിക്കപ്പെട്ട 3 പേര് തന്നെയാണ് ഇവരെന്നതിന് പൂർണ്ണമായ തെളിവാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ശരി റമീസ്, വലിയ വാർത്തയാണ് റമീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കോഴിക്കോട് പെരുവണ്ണാമൊഴി സ്കൂൾ സെക്സ് റാക്കറ്റിലെ പ്രതികൾ ദോഹയിൽ. നാട്ടുകാർ തിരിച്ചറിഞ്ഞയുടൻ പ്രതികൾ താമസിച്ചു എന്ന ഫ്ളാറ്റിൽ നിന്ന് മുങ്ങി. ഇവരിൽ 2 പേരുടെ പാസ്പോർട്ട് നാട്ടുകാർ കണ്ടെടുത്തിരിക്കുന്നു. ഇവർക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുമെന്ന് പറഞ്ഞിരുന്നു. തൽക്കാൽ പാസ്പോർട്ടിലാണ് 2 പേർ വിദേശത്തേക്ക് കടന്നത്. ജുനൈസ്, സാബിർ എന്നിവർക്കെതിരെയാണ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുമെന്ന് പോലീസ് പറഞ്ഞത്. ഇരുവരുടെയും പാസ്പോർട്ട് തൽക്കാൽ പാസ്പോർട്ടുകളാണ്. മറ്റൊരു പ്രതിയായ ഷാഫിയും ഇവരോടൊപ്പം ഖത്തറിലേക്ക് കടന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ. വിവരങ്ങൾ നൽകിയത് ഞങ്ങളുടെ പ്രതിനിധി റമീസ് ചാത്തിയറ. മറ്റൊരു വാർത്തയിലേക്ക്. കുവൈത്ത് പ്രധാനമന്ത്രി ഷെയ്ഖ് ജാബിർ അൽ മുബാറക് അസ്വബാഹിന്റെ ഇന്ത്യ സന്ദർശനത്തോടെ ഇരു രാജ്യങ്ങളും തമ്മിലെ ബന്ധം പൂർവാധികം ശക്തിപ്പെടുമെന്ന് വിലയിരുത്തൽ. ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ കുവൈത്തിലേക്ക് ക്ഷണിച്ചാണ് കുവൈത്ത് പ്രധാനമന്ത്രി ഷെയ്ഖ് ജാബിർ മടങ്ങിയത്. പ്രധാനമന്ത്രിയെ കൂടാതെ രാഷ്ട്രപതി പ്രണബ് മുഖർജി, ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി, വിദേശമന്ത്രി സൽമാൻ ഖുർഷിദ്, ധനമന്ത്രി പി ചിദംബരം, വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി ആനന്ദ് ശർമ്മ, പെട്രോളിയം മന്ത്രി വീരപ്പ മൊയ്ലി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയ ഷെയ്ഖ് ജാബിറും പ്രതിനിധി സംഘവും തുടങ്ങിയ വ്യാപാര കൂട്ടായ്മകളുടെ പ്രതിനിധികളുമായും ചർച്ച നടത്തിയിരുന്നു. ശിക്ഷ സ്വന്തം രാജ്യത്ത് അനുഭവിക്കാൻ അവസരമൊരുക്കുന്ന രീതിയിൽ ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഒപ്പിട്ടു. തടവുകാരുടെ കൈമാറ്റം സംബന്ധിച്ച് ഇന്ത്യയും കുവൈത്തും തമ്മിൽ ഒപ്പുവച്ച കരാർ തടവിലുള്ള എല്ലാവർക്കും ഗുണകരമാവുമെന്ന് കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡർ. എന്നാൽ ശിക്ഷ വിധിച്ചു കഴിഞ്ഞവരെ മാത്രമേ കൈമാറുകയുള്ളൂവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കുവൈത്തിൽ വാർത്താസമ്മേളനത്തിലാണ് അംബാസിഡർ സതീഷ് സി മേത്ത ഇക്കാര്യങ്ങൾ അറിയിച്ചത്. കുവൈത്ത് പ്രധാനമന്ത്രി ഷെയ്ഖ് ജാബിർ അൽ മുബാറക് അസ്വാബാഹിന്റെ ഇന്ത്യാ സന്ദർശനത്തിനിടെ ഒപ്പുവെച്ച തടവുകാരുടെ കൈമാറ്റം സംബന്ധിച്ച കരാറിന്റെ ഗുണഫലം
ശിക്ഷിക്കപ്പെട്ട കുവൈത്തിലെ ജയിലുകളിൽ കഴിയുന്ന ഇന്ത്യക്കാർക്കെല്ലാം ലഭിക്കുമെന്ന് ഇന്ത്യൻ അംബാസഡർ സതീഷ് സി മേത്ത അറിയിച്ചു. കുവൈത്ത് ജയിലുകളിലുള്ള എല്ലാ ഇന്ത്യക്കാരെയും കൈമാറില്ല, മറിച്ച് ശിക്ഷ വിധിക്കപ്പെട്ടു കഴിഞ്ഞവരെ മാത്രം കൈമാറുന്നതിനാണ് കരാർ. കുവൈത്ത് പ്രധാനമന്ത്രിയുടെ ഇന്ത്യൻ സന്ദർശനം സംബന്ധിച്ച് വിശദീകരിക്കാൻ ഇന്ത്യൻ എംബസിയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. നിലവിൽ 200-ൽ താഴെ ഇന്ത്യൻ തടവുകാർ മാത്രമാണ് ശിക്ഷ വിധിക്കപ്പെട്ട കുവൈത്തിലെ ജയിലുകളിൽ കഴിയുന്നത്. കരാറിന് ഇരു രാജ്യങ്ങളിലെയും സർക്കാർ അംഗീകാരം നൽകുന്ന മുറയ്ക്ക് തടവുകാരുടെ കൈമാറ്റം സംബന്ധിച്ച നടപടിക്രമങ്ങൾക്ക് തുടക്കമാവുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെ കുവൈത്തിലെ ഇന്ത്യക്കാരുടെ നാടുകടത്തലിനെക്കുറിച്ചോ പൊതുമാപ്പിനെക്കുറിച്ചോ ചർച്ചയുണ്ടായോ എന്ന ചോദ്യത്തിന് ഇരു സർക്കാർ പ്രതിനിധികളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ വരേണ്ട എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തു എന്നായിരുന്നു അംബാസഡറുടെ മറുപടി. 49 വർഷത്തിനു ശേഷം ഇന്ത്യയിലെത്തിയ കുവൈത്ത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം എല്ലാ അർത്ഥത്തിലും വിജയകരമായിരുന്നുവെന്ന് അംബാസഡർ പറഞ്ഞു. ഇന്ത്യയിലേക്ക് സ്ഥലം മാറ്റമായതിനാൽ ഉടൻ തന്നെ കുവൈത്തിലെ സേവനം മതിയാക്കി മടങ്ങുകയാണെന്നും സതീഷ് സി മേത്ത അറിയിച്ചു. 2.5 വർഷത്തെ കുവൈത്തിലെ ജീവിതം അനുഭവങ്ങളും ഏറെ സന്തോഷവും സംതൃപ്തിയും പകരുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. മീഡിയ 1 കുവൈത്ത്. വിസ, റെസിഡന്റ് കാർഡ് തുടങ്ങി സുപ്രധാന രേഖകളുടെ കാലാവധി തീരുന്ന ദിവസം ഓർമ്മ വെച്ച് ഒമാനിലെ പ്രവാസികൾ ഇനി ബുദ്ധിമുട്ടേണ്ട. ഇക്കാര്യങ്ങളെല്ലാം റോയൽ ഒമാൻ പോലീസ് കൃത്യമായി SMS-ലൂടെ അറിയിക്കും. ഒമാൻ ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് പോലീസിന്റെ IT വിഭാഗം ജനങ്ങൾക്ക് SMS അലർട്ട് സേവനം പ്രഖ്യാപിച്ചത്. പ്രവാസികളുടെ വിസ, ഡ്രൈവിംഗ് ലൈസൻസ്, വാഹന രജിസ്ട്രേഷൻ എന്നിവയുടെ കാലാവധി തീരുന്നതും ട്രാഫിക് നിയമം ലംഘിച്ചതിന്റെ അറിയിപ്പും വിസ അപേക്ഷ നൽകിയാൽ അതിന്റെ സ്റ്റാറ്റസും ഇനി SMS-ലൂടെ പോലീസ് അറിയിക്കും. സ്വദേശികൾക്ക് തിരിച്ചറിയൽ കാർഡ്, പാസ്പോർട്ട് എന്നിരുന്നത് അറിയാനും സംവിധാനമുണ്ട്. വ്യക്തികൾക്ക് മാത്രമല്ല കമ്പനികൾക്കും ഈ സേവനം ലഭ്യമാണ്. 9008 എന്ന നമ്പറിലേക്ക് ഇംഗ്ലീഷിൽ 6 എന്ന് ടൈപ്പ് ചെയ്ത ശേഷം റെസിഡന്റ് കാർഡ് നമ്പർ കൂടി അയച്ചാൽ പദ്ധതിയുടെ വരിക്കാരാകാം. 6 മാസത്തേക്ക് 1 റിയാൽ ഈ സേവനത്തിന് ഈടാക്കും. കമ്പനികൾ CR എന്ന് ടൈപ്പ് ചെയ്ത് കമേഴ്ഷ്യൽ രജിസ്ട്രേഷൻ നമ്പറാണ് അയക്കേണ്ടത്. കമ്പനിയിലെ ഒരാൾക്ക് പരമാവധി 50 SMS മാത്രമാണ് പോലീസ് അയക്കുക. വ്യക്തികൾക്ക് പരിധി നിശ്ചയിച്ചിട്ടില്ല. മീഡിയ 1 മസ്കത്ത്. കുവൈത്ത് ഭരണഘടനയ്ക്ക് 51 വയസ്സ്. രാജ്യത്തെ ജനാധിപത്യത്തിന്റെയും പുരോഗതിയുടെയും ആണിക്കല്ലായ ഭരണഘടന 1962 നവംബർ 11-നാണ് നിലവിൽ വന്നത്. ജനാധിപത്യ അടിത്തറയിൽ ഗൾഫ് മേഖലയിൽ രൂപം കൊണ്ട ആദ്യ ഭരണഘടനയായിരുന്നു ഇത്. 1962 ജനുവരിയിൽ അബ്ദുൽ ലത്തീഫ് തുലയ്യാൻ അൽ ഖാനിം ചെയർമാനായ സമിതി രൂപീകരിച്ചാണ് ഭരണഘടനാ രൂപീകരണത്തിന് രാജ്യം തുടക്കം കുറിച്ചത്. മാർച്ച് 1-ന് ആദ്യ യോഗം ചേർന്ന സമിതി നിരന്തര കൂടിയാലോചനകൾക്ക് ശേഷം ഒക്ടോബർ 27-ന് കരട് ഭരണഘടനയ്ക്ക് രൂപം നൽകി. 3 ദിവസത്തിനു ശേഷം അന്നത്തെ അമീർ ഷെയ്ഖ് അബ്ദുള്ള സാലിം അസ്സബാഹ് ഒപ്പുവെച്ചു. 1963 ജനുവരി 23-ന് ഭരണഘടനാനുസൃതമായി രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടന്നു. ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും മാന്യതക്കും അഭിമാനത്തിനും വില കൽപ്പിക്കുന്ന ഭരണഘടന നിലവിൽ വന്നതോടെ കുവൈത്ത് പുതിയൊരു ചരിത്രഘട്ടത്തിലേക്ക് പ്രവേശിച്ചതായി തുടർന്ന് നടത്തിയ പ്രഭാഷണത്തിൽ അബ്ദുൽ ലത്തീഫ് മുഹമ്മദ് രണ്ടാമൻ പറഞ്ഞു. രാജ്യവും സർക്കാർ സംവിധാനവും, സമൂഹത്തിന്റെ മൗലിക ഘടകങ്ങൾ, പൊതു അവകാശങ്ങളും ബാധ്യതകളും, അധികാരങ്ങൾ, പൊതുചട്ടങ്ങൾ എന്നിങ്ങനെ ഭരണഘടനയിൽ 5 ഭാഗങ്ങളുണ്ട്. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകുന്ന ഭരണഘടന വ്യത്യസ്ത ഗോത്രങ്ങളായി ജീവിക്കുന്ന കുവൈത്ത് സമൂഹത്തെ ഒന്നായി കാണുന്നു. നിസാർ കെ റഷീദ്, മീഡിയ 1 കുവൈത്ത്. ഗൾഫ് നാടുകളിൽ പ്രവാസികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി ആരംഭിക്കുന്ന നോർക്ക സബ് സെന്ററുകൾ കൃത്യമായ പ്രവർത്തന പരിപാടികളില്ലാതെ ഇരുട്ടിൽ തപ്പുന്നു. GCC തലത്തിൽ ആദ്യമായി സബ് സെന്റർ ആരംഭിച്ച ബഹ്റൈനിൽ നോർക്കയുടെ പ്രവർത്തനം വഴിപാടായി മാറുകയാണ്. ഇന്ത്യക്ക് പുറത്താരംഭിച്ച ആദ്യത്തെ നോർക്ക സബ് സെന്റർ എന്നും GCCയിലെ ആദ്യ സെന്റർ എന്നും കൊട്ടിഘോഷിച്ചായിരുന്നു ബഹ്റൈൻ കേരളീയ സമാജത്തിൽ നോർക്കയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 2013 മാർച്ച് 8-ാം തീയതി സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫാണ് നോർക്ക റൂട്ട് സബ് സെന്ററും ഹെൽപ്പ് ഡെസ്കും സമാജം ആസ്ഥാനത്ത് ഉദ്ഘാടനം ചെയ്തത്. കേരള ഗവൺമെന്റ് നോർക്ക സെന്ററിന്റെ ആദ്യത്തെ വിദേശത്തുള്ള സെന്റർ ബഹ്റൈൻ കേരള സമാജത്തിന് അനുവദിച്ചത്. ബഹ്റൈനിലേത് മാത്രമല്ല, വിദേശത്തുള്ള ആദ്യത്തെ സെന്ററാണ് ബഹ്റൈൻ കേരള സമാജത്തിന് അനുവദിച്ചിരിക്കുന്നത്. ബഹ്റൈനിലെ ഏറ്റവും വലിയ മലയാളി സംഘടനയുടെ ആസ്ഥാനത്ത് നോർക്ക സബ് സെന്റർ ആരംഭിച്ചത് പ്രവാസികൾക്ക് ഏറെ പ്രതീക്ഷ നൽകിയിരുന്നു. എന്നാൽ പ്രവാസികളുടെ പ്രശ്നങ്ങളോട് നോർക്കയുടെ ഭാഗത്തു നിന്നുള്ള ഉദാസീന നിലപാട് കാരണം സെന്റർ പ്രവർത്തനങ്ങൾ ഇതുവരെയും കാര്യക്ഷമമായിട്ടില്ല. പേരിന് ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നതും ഫോം വിതരണം ചെയ്യുന്നതും ഒഴിച്ചാൽ സെന്ററിന്റെ പരിമിതമായ പ്രവർത്തനങ്ങൾക്ക് ബഹ്റൈനിലെ സാധാരണ പ്രവാസികൾക്കിടയിൽ ഇതുവരെയും ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. നോർക്കയുടെ ഭാഗത്തു നിന്നുള്ള മെല്ലെപ്പോക്ക് നയവും ആസൂത്രണക്കുറവും കാരണം സെന്ററിന് കാര്യമായി ഒന്നും പ്രവർത്തിക്കാനില്ലാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്.
ബഹ്റൈനിലെ പ്രവാസികൾക്കിടയിൽ നോർക്കയുടെ ഈ നിലപാടിനെക്കുറിച്ച് തികഞ്ഞ അസംതൃപ്തിയും പ്രതിഷേധവുമാണുള്ളത്. വാക്കാലിങ്ങനെ പറയും, അവർക്ക് ഇന്നെ പ്രവാസികൾക്ക് അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, അത് ചെയ്യും, ഇത് ചെയ്യുമെന്ന്. നമുക്കായി ചെന്നാൽ തന്നെ യാതൊരു ആനുകൂല്യവും ഇല്ലാത്തവർ ഇതാണ് ഉണ്ടാവുക. നോർക്കയുണ്ട്, അതുകൊണ്ട് ഇതുണ്ടെന്നൊക്കെ പറയുന്നതല്ലാതെ പാവങ്ങളായിട്ടുള്ള പ്രവാസികൾക്ക് ഒന്നും ചെയ്യുന്നില്ല. ഒരു ഗവൺമെൻറ്, അത് ഇന്ത്യ ഗവൺമെൻറ്റും ചെയ്യുന്നില്ല, കേരള ഗവൺമെൻറ്റും ചെയ്യുന്നില്ല. നോർക്കയുടെയും കേരളീയ സമാജത്തിന്റെയും ഹെൽപ്പ് ഡെസ്കുകൾ തൊഴിൽ മേഖലയിൽ പ്രവാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ സജീവമായ ശ്രദ്ധ നൽകണമെന്ന് പ്രവാസികൾ ആഗ്രഹിക്കുന്നു. കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതോടൊപ്പം തന്നെ കേരളീയ സമാജം സേവനത്തിന്റെയും ജീവകാരുണ്യത്തിന്റെയും മേഖലകളിൽ കൂടുതൽ സജീവമാകണമെന്നാണ് പ്രവാസികളുടെ പക്ഷം. അതോടൊപ്പം സബ് സെന്ററിനെ വെറും നോക്കുകുത്തിയാക്കുന്ന നോർക്ക സമീപനം തിരുത്തണമെന്നും സെന്ററിന്റെ പ്രവർത്തനങ്ങൾ സാധാരണക്കാരായ പ്രവാസികൾക്കിടയിൽ എത്തിക്കണമെന്നുമാണ് ആവശ്യമുയരുന്നത്. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. സൗദി തൊഴിൽ രംഗത്ത് നിതാഖത്ത് നടപടികൾ ഫലം കണ്ടു തുടങ്ങി. സ്വകാര്യ മേഖലയിൽ സ്വദേശികൾക്ക് 1.5 ലക്ഷം തൊഴിലവസരങ്ങൾ കണ്ടെത്തിയെന്ന് കൗൺസിൽ ഓഫ് സൗദി ചേംബേഴ്സ് അറിയിച്ചു. വിദേശികളുടെ തൊഴിൽ താമസ രേഖകൾ നിയമവിധേയമാക്കാനായി നടന്നുവന്ന ക്യാമ്പയിൻ ഫലം കണ്ടതായും സ്വകാര്യ മേഖലയിൽ 1.5 ലക്ഷം യുവാക്കൾ തൊഴിലവസരങ്ങൾ കണ്ടെത്തിയതായും കൗൺസിൽ ഓഫ് സൗദി ചേംബേഴ്സ് വ്യക്തമാക്കി. സൗദിയുടെ വിവിധ പ്രവിശ്യകളിൽ നിന്നും ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രാഥമിക കണക്കാണിതെന്നും കൗൺസിൽ വ്യക്തമാക്കി. 7 മാസത്തെ ഇളവ് കാലാവധി അവസാനിച്ചപ്പോൾ തൊഴിൽ രംഗത്ത് പുത്തൻ ഉണർവ് ദൃശ്യമായതായാണ് വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിൽ 33%, അധ്യാപക തസ്തികയിൽ 23% ജോലി സാധ്യത വർദ്ധിച്ചു. അക്കൗണ്ടന്റ് വിഭാഗത്തിൽ 18%, എഞ്ചിനീയറിംഗിൽ 12% സാധ്യത വർദ്ധിച്ചതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ജോലി വർധനവിന്റെ കാര്യത്തിൽ റിയാദ് മേഖലയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ദമാം മേഖല 2ാം സ്ഥാനത്തും ജിദ്ദയടങ്ങുന്ന പശ്ചിമ മേഖല 3ാം സ്ഥാനത്തുമാണ്. സ്വകാര്യ മേഖലയിലെ തൊഴിൽ സാധ്യതകളെക്കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരപ്പട്ടിക തയ്യാറാക്കിയിട്ടുണ്ടെന്നും കൗൺസിൽ ഓഫ് സൗദി ചേംബേഴ്സ് അറിയിച്ചു. സ്വദേശി യുവാക്കൾ പൊതുമേഖലയിൽ ജോലി ലഭിക്കുന്നതിന് മുൻഗണന നൽകുന്നത് സ്വകാര്യ മേഖലയിൽ സ്വദേശി സാന്നിധ്യം പിന്നോട്ടടിക്കാൻ കാരണമായതായാണ് വിലയിരുത്തൽ. കൂടുതൽ ജോലിഭാരവും ആകർഷകമായ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും ലഭിക്കാതിരിക്കുന്നതും ഇതിന് കാരണമായിട്ടുണ്ട്. സ്വകാര്യ മേഖലയിലെ തൊഴിൽ രംഗത്ത് വിദേശികൾ കൂടുതലായി നിയമിക്കപ്പെടാനുള്ള കാരണവും ഇതുതന്നെയാണ്. എന്നാൽ നിതാഖാത്ത് നിയമം മൂലം ലഭ്യമായ അവസരം ഉപയോഗപ്പെടുത്തി ഇത്തരം പ്രശ്നങ്ങളെ മറികടന്ന് സ്വകാര്യ മേഖലയിലേക്ക് കൂടുതൽ സൗദി യുവാക്കളെ ആകർഷിക്കാനുള്ള പദ്ധതികളാണ് വിവിധ സർക്കാർ വിഭാഗങ്ങൾ ആസൂത്രണം ചെയ്തുവരുന്നത്. മീഡിയ 1, ജിദ്ദ. നിതാഖാത്ത് അപേക്ഷകർ കുറവായതു കാരണം പ്രത്യേക വിമാനത്തിന് പകരം ആവശ്യമുള്ള എല്ലാ അപേക്ഷകർക്കും സൗജന്യ വിമാന ടിക്കറ്റുകൾ നൽകുമെന്ന് നോർക്ക മന്ത്രി കെ.സി. ജോസഫ്. നവംബർ 20-ന് ഒരു കേന്ദ്രത്തിൽ നിന്നും 150-നും 200-നും ഇടയ്ക്ക് യാത്രക്കാരുണ്ടായാൽ മാത്രമേ വിമാനം ചാർട്ട് ചെയ്യാനാവൂ. അപേക്ഷകർ കുറഞ്ഞ സാഹചര്യത്തിലാണ് സൗജന്യ ടിക്കറ്റുകൾ വിതരണം ചെയ്യാൻ നോർക്ക തീരുമാനിച്ചത്. ഇതുവരെ നാട്ടിലെത്താൻ കഴിയാത്തവർ സൗദിയിലെ 3 പ്രാദേശിക ഉപദേശക സമിതികളിൽ ഡിസംബർ 1-നകം അപേക്ഷിക്കണമെന്നും മന്ത്രി പറഞ്ഞു. അബുദാബിയിൽ നടക്കുന്ന ഇന്റർനാഷണൽ പെട്രോളിയം എക്സിബിഷൻ ആൻഡ് കോൺഫറൻസ് ശ്രദ്ധേയമാകുന്നു. ഊർജ്ജ മേഖലയിലെ 50,000-ത്തിലധികം വിദേശ പ്രൊഫഷണലുകളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഓയിൽ ആൻഡ് ഗ്യാസ് സമ്മേളനമായ അബുദാബി ഇന്റർനാഷണൽ പെട്രോളിയം എക്സിബിഷൻ ആൻഡ് കോൺഫറൻസിൽ പ്രദർശനത്തിനും സമ്മേളനത്തിനുമായി 50,000-ത്തിലധികം പ്രൊഫഷണലുകളാണ് എത്തിയിട്ടുള്ളത്. അബുദാബി ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിലാണ് പ്രദർശനം നടക്കുന്നത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാന്റെ രക്ഷാകർതൃത്വത്തിലാണ് 16ാമത് അഡിപെക് നടക്കുന്നത്. UAE ഊർജ്ജ മന്ത്രാലയം, അബുദാബി നാഷണൽ ഓയിൽ കമ്പനി, അബുദാബി ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്നിവയുടെ സഹകരണത്തോടെയാണ് അഡിപെക് സംഘടിപ്പിച്ചിരിക്കുന്നത്. 4 ദിവസങ്ങളിലെ പ്രദർശനത്തിലും സമ്മേളനത്തിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 300 വിദഗ്ധർ വിവിധ വിഷയങ്ങളിൽ സംസാരിക്കും. 50,000 ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയിലാണ് അഡിപെക് 2013-ലെ സ്റ്റാളുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. 15-ലേറെ ദേശീയ പവലിയനുകളും അബുദാബി നാഷണൽ എക്സിബിഷൻ സെന്ററിലെ പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. മീഡിയ 1, അബുദാബി. 1.5 മാസത്തോളമായി മകൻ ആൽവിൻ ആന്റണിയെ കാണാനില്ല എന്ന പരാതിയുമായി അച്ഛൻ ആന്റണി ജോൺ ഡിസിൽവ. കർണാടക ഉടുപ്പി സ്വദേശിയാണ് കാണാതായ ആൽവിൻ ആന്റണി. ആൽവിൻ ആന്റണിയെ കാണാനില്ല എന്ന പരാതിയുമായി അച്ഛൻ ആന്റണി ജോൺ ഡിസിൽവ ദുബായിൽ വാർത്താ സമ്മേളനം നടത്തി. കർണാടക ഉടുപ്പി സ്വദേശി ആന്റണിയുടെ ഏക മകനാണ് കാണാതായിരിക്കുന്ന ആൽവിൻ ആന്റണി. 3 വർഷമായി ദുബായിൽ ജോലി ചെയ്തു വരികയായിരുന്നു 26 വയസ്സ് പ്രായമുള്ള ആൽവിൻ ആന്റണി. അവധിക്ക് നാട്ടിൽ വന്ന ശേഷം സെപ്റ്റംബർ 12-ന് ദുബായിൽ തിരിച്ചെത്തിയിരുന്നു. ഗ്ലോബൽ ലിങ്ക് വെസ്റ്റാർ ഷിപ്പിംഗ് കമ്പനിയിൽ ഫ്രൈറ്റ് സർവീസ് ക്ലർക്കായി ജോലി ചെയ്തു വരികയായിരുന്നു ആൽവിൻ. എന്നാൽ സെപ്റ്റംബർ 16-ന് ജോലിക്ക് ശേഷം സുഹൃത്തിന്റെ റൂമിൽ ഓണം ആഘോഷിക്കാൻ പോയ ആൽവിനെ പിന്നീട് കാണാതാവുകയായിരുന്നു. ഇന്ത്യൻ കോൺസുലേറ്റിലും ഉന്നത പോലീസ് അധികാരികൾക്കും പരാതി നൽകിയെങ്കിലും ഇതുവരെ ആൽവിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല.
റിഫ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി അടുത്ത സുഹൃത്തുക്കളെയും താമസ സ്ഥലത്തുള്ളവരെയും പോലീസ് നിരവധി തവണ ചോദ്യം ചെയ്തിട്ടും ആൽവിനെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. ആൽവിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അറിയിക്കണമെന്നും പിതാവ് ആന്റണി അഭ്യർത്ഥിച്ചു. മീഡിയ 1 ദുബായ്. ഒമാനിലെ സൂറിൽ ഭാര്യയുടെ കുത്തേറ്റ് മരിച്ച നിലമ്പൂർ സ്വദേശി ബെന്നിയുടെ മൃതദേഹം നാളെ നാട്ടിലെത്തിക്കും. ഒമാൻ എയർ വിമാനത്തിൽ കോഴിക്കോട് വിമാനത്താവളത്തിലാണ് മൃതദേഹം കൊണ്ടുവരുന്നത്. ഇദ്ദേഹത്തെ കുത്തിയ കേസിൽ അറസ്റ്റിലായ ഭാര്യ ലീന ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണ്. ഇവരുടെ മക്കൾ രണ്ടുപേരെയും പൂനെയിലെ ബന്ധുവിന്റെ വീട്ടിലേക്ക് മാറ്റിയതായി സാമൂഹിക പ്രവർത്തകർ അറിയിച്ചു. 2 ആഴ്ച മുൻപാണ് മദ്യലഹരിയിലെത്തിയ ബെന്നി ഭാര്യയുടെ കുത്തേറ്റ് മരിച്ചത്. കേസിൽ ഇന്ത്യൻ സ്കൂൾ അധ്യാപികയായ ഭാര്യ പോലീസിനോട് കുറ്റം സമ്മതിച്ചിരുന്നു. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.